പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികൾ ചെയ്യുന്ന സമയമാണ്. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ ഇന്ന് നാമത്തിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. വലിയ പ്രവർത്തികൾക്കാട്ടെ, വേർതിരിച്ചാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അനുവാദമില്ല. ദിവ്യാരോഗ്യവും ദീർഘായുസ്സും സമൃദ്ധിയും എൻ്റെ അവകാശമാണ്. ദാരിദ്ര്യത്തിൻ്റെ ശാപത്തെ ക്രൂശിൽ മാറ്റിയതുകൊണ്ട് ഞാൻ ബഹുസമ്പന്നനാണ്. ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ലോകരാജ്യങ്ങളിൽ പോയി പ്രവചിക്കുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും കർത്താവ് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളിലൂടെ വരുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന സമയമാണ്. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. തുടർച്ചയായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അനുഭവിച്ചു വരുന്നു. വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ കേട്ടുവരുവാൻ സ്വർഗം ഇടയാക്കുന്നു. ഇന്ന് വീഡിയോ ഓണാക്കുവാൻ കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കിയാക്കട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വരുമ്പോൾ മാത്രം നമ്മൾ ഓഫ് ചെയ്താൽ മതി. ഞാൻ പലപ്പോഴും വീഡിയോ ഓണാക്കാൻ പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓണാക്കുകയും അത് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ വീഡിയോ എന്ത് ചെയ്യും, ഓഫ് ചെയ്യുന്നൊരു പതിവ് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഓണാക്കാൻ പറഞ്ഞത്? നമുക്കൊരു ശീലം ഉണ്ടാകാൻ വേണ്ടിയാണ്. കാര്യം പലരുടെയൊക്കെയും ബ്രദർ എന്തുകൊണ്ടാണ് വീഡിയോ ഓണാക്കാത്തത്? അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പല കാര്യത്തിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ അതുമല്ല, ഇവിടെ വന്ന് ആരും വിളിക്കാനോ ശല്യപ്പെടുത്താനോ ശ്രദ്ധ ഞാൻ മാറ്റുന്നില്ല. നിങ്ങൾക്കാണ് പലപ്പോഴും ശ്രദ്ധകൾ പലർക്കും മാറി മാറി പോകുന്നത്. ഈ ശ്രദ്ധ മാറാൻ 100% സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഓണാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, കുറച്ച് അറ്റൻഷൻ കിട്ടും. കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും വീഡിയോ ഓണാക്കണം നിർബന്ധമില്ല. കുറച്ചുകൂടെ നമുക്ക് നെറ്റ്വർക്ക് നല്ലത് വീഡിയോ ഓഫ് ചെയ്യുന്നതാണ്. എങ്കിലും നമുക്ക് ചില ആൾക്കാരിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നവരുണ്ട്. എനിക്ക് അവരെ തപ്പിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നില്ല. വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ തുടർമാനമായി സൂമിൽ മാത്രമല്ല, ഇന്ന് ടെസ്റ്റ് മണികൾ ഇഷ്ടംപോലെ കേട്ടുവരുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ നമ്മുടെ നടുവിൽ ചെയ്യുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർക്കുമായിരുന്നു, ദൈവം ഈ പ്രയർ സ്റ്റേഷൻ എന്ന ദൈവികമായിട്ടുള്ള ദർശനം തന്നപ്പം എനിക്ക് പലരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? കാരണം വെച്ചാൽ അതുമല്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥന വെച്ചാൽ പോലും ആൾക്കാർ വരത്തില്ല. ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു മനുഷ്യനും വരത്തില്ല. അപ്പോൾ അന്യഭാഷ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരും വരാൻ സാധ്യതയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ചെതറിക്കിടക്കുന്നതിനെയൊക്കെ തമ്പുരാൻ പിടിച്ചുകൊണ്ട് വരും. അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇന്ന് നോക്കിക്ക് ഇന്ത്യയിൽ എന്തോരം പീഡ നടക്കുന്നത്. ഒരു ക്രിസ്മസ് പോലും ആഘോഷിക്കാൻ കഴിയാതെ വണ്ണം എല്ലാ ഇടങ്ങളിലും പ്രശ്നങ്ങളാലും പ്രതിസന്ധിയാലും സഭയെ മുടിപ്പിക്കുവാൻ വേണ്ടി പലയിടങ്ങളിലും പദ്ധതി ഇടുമ്പം മനസ്സിലാക്കിയോ എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രാർത്ഥിക്കുന്നവരെ ആവശ്യം? പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടേ ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുവാൻ ശീലമില്ലാത്തവൻ പെട്ടുപോകും. പ്രാർത്ഥന ഒരു വലിയ ആയുധമാണ് പ്രിയരെ, മനസ്സിലായോ? പ്രാർത്ഥന ഭയങ്കര മൂർച്ചയേറിയൊരു ആയുധമാണ്. ഈ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നവരെ തൊടുവാൻ പിശാചിന് ഭയമാണ്. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥന ഒരു ശീലമാക്കണം. അപ്പം നമ്മൾ കുറച്ചും കൂടെ 2 ദർശനങ്ങളാണ് പരിശുദ്ധാത്മാവ് കാണിച്ചതൊന്നും പ്രയർ സ്റ്റേഷൻ, ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്ന പോരാളികളെ സഭാവ്യത്യാസമില്ലാതെ ചേർക്കുക. 2, ഇതിനെല്ലാത്തിലും കൂടെ ഒരു പ്രയർ ടവർ എന്ന് പറഞ്ഞ് 2 ദർശനമാണ്. ഒന്ന് പ്രയർ സ്റ്റേഷൻ, 2 പ്രയർ ടവർ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പറയാൻ പറ്റുന്നവരെന്ന് പറഞ്ഞ് പ്രയർ സ്റ്റേഷനുമുണ്ട്, പ്രയർ ടവറും ഉണ്ടെന്ന് പറയാം.
ആമേൻ. ഈ പ്രയർ ടവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളൊരു സ്ഥലം, എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്ഥിരമായ ഒരു സ്ഥലമാണ് പ്രയർ ടവർ എന്ന് പറയുന്നത്. പ്രയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും, ശ്രദ്ധിച്ച്, ലോകത്തുള്ള എവിടെ കോണിലും ഞാൻ പറഞ്ഞ 2 പേരെ ഉള്ളെങ്കിൽ മതി, കൂടണം. അത് ഞാൻ എന്തുകൊണ്ടാണ് ഈ സൂമിൽ കൂടാൻ പലപ്പോഴും ഒരു രാജ്യത്ത് നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും പറയും, ബ്രദറെ ഞങ്ങൾ സൂമിൽ കൂടിയാൽ പോരെ. എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഹോളിൽ കൂടാൻ ഞാൻ പറയുന്നത്? നമ്മൾ ദേശത്തിൻ്റെ മേൽ നിങ്ങൾ ഒരുമനപ്പെട്ട്, ബൈബിളൊരു വാക്യമുണ്ട്, ഒരുവനേക്കാൾ 20 നല്ലവനാണ്. നിങ്ങളൊരു യാത്ര ചെയ്യുമ്പോൾ സഭാപ്രസംഗം വന്ന് ഒരുവനോട് കൂടെ 20 കൂടെ പോകും, 2 പേര് ഒരുമിച്ച് പോകണം. അപ്പോൾ ഈ 2 പേർ ഒരുമിച്ച് നിൽക്കുമ്പോൾ, സൂമിൽ ഒരുമിച്ചല്ല നിൽക്കുന്നത് ശരിയാണ്, പക്ഷെ നേരിട്ട് വരുമ്പോൾ വ്യത്യാസമുണ്ട്. നിങ്ങൾ അനുഭവിച്ചത്ര വേണം. നിങ്ങൾ സൂമിൽ നിന്നും ആ പ്രയർ സ്റ്റേഷനിലേക്ക് വന്നപ്പം എന്തോരം നിങ്ങൾക്ക് ഒരു വ്യത്യാസം മനസ്സിലായി? എത്ര പേരുണ്ട് പരസ്പരം ആൾക്കാരെ കണ്ടപ്പം വ്യത്യാസം തോന്നിയവരുണ്ടോ? അതോ ബ്രദറെ സെയിം ആയി തോന്നിയോ? ആത്മാവിൽ ബലപ്പെടാൻ പറ്റും. കണ്ടോ? അപ്പോൾ കുറച്ചും കൂടെ ബലപ്പെടാൻ പറ്റി. ആമേൻ. അപ്പോൾ പല ആൾക്കാർക്ക് ചോദിക്കുന്നത്, ബ്രദർ എല്ലാ നാട്ടിലും വന്ന് ഞങ്ങളുടെ സഭയിൽ നിന്ന് വിശ്വാസികളെല്ലാം കട്ടുകൊണ്ട് വേറൊരു സഭ തുടങ്ങാനുള്ള വലിയൊരു പ്ലാൻ. അതാണ് ഞാൻ പറയുന്നത്, ഈ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെയാണ് പല ആൾക്കാരും പെരുമാറുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ UK പ്രാർത്ഥന വെച്ച സമയത്ത് നിങ്ങൾക്കറിയാവോ, അവിടെ വന്ന ആളുകളിൽ ഒട്ടുമുക്കാലും പേരുകളും അല്ലെങ്കിൽ വന്ന ആൾക്കാരൊന്നും വീടില്ലാത്തവരാ. ഈ 7 ഡിഗ്രിയും 6 ഡിഗ്രിയും 1 ഡിഗ്രിയും -2ലും -3ലും ഒക്കെ തണുപ്പ് പോകുമ്പോൾ വഴി കിടക്കുന്നവരാ ഇവർ. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഡിസംബർ മാസത്തിലൊരു തണുപ്പും മഴയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എന്നാ തണുപ്പല്ലേ. അപ്പോൾ അതൊരു മൈനസിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു ടെൻ്റ് അടിച്ചുകൊണ്ട് റോഡിൽ കാറ്റത്തും മഴയത്തും ഒക്കെ കിടന്നുറങ്ങുന്ന ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നത് കേട്ടേ. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെയാണ് ശുശ്രൂഷിക്കുന്നത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുത്താൽ മാത്രം അവർക്ക് ആഹാരമുള്ളൂ. അപ്പോൾ നിങ്ങൾ ബ്രദറെ എന്തുവായി പറയുന്നത്? അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നേടണം നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ സൂം യൂസ് ചെയ്യാൻ അറിയോ? പറ. അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സൂമോ യൂട്യൂബോ ഒക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണോ? പറ. അല്ല. അപ്പം അങ്ങനെയുള്ളവരിലേക്കും കൂടെ നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഈ വെർച്വലിൽ നിന്നും പയ്യെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വെർച്വൽ റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് യാത്ര ചെയ്യും. അപ്പോൾ വെർച്വൽ കുറവുണ്ടോ? ഇല്ല. അത് വലിയൊരു ബലമാണ്, അത് നിർത്തുന്നേ ഇല്ല. ആമേൻ. നമ്മൾ റിയാലിറ്റിയിലേക്ക്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ മഹാപീഡയിലൂടെ കടന്നു പോവുകയാണ്. പല ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും. സഭ ശക്തിപ്പെടണം, പ്രാർത്ഥിക്കുന്നവർ ഉണരണം. നിങ്ങളുടെ പ്രാർത്ഥന രാജ്യങ്ങളെ മാറ്റും. നമ്മൾ ഇന്നലെ 2 അഭിഷേകത്തെ പറ്റി പഠിപ്പിച്ചു. ഏതൊക്കെ അഭിഷേകത്തെ പറ്റി ഓർമ്മയുണ്ട് ആരെങ്കിലും ഉണ്ട്? നമ്മൾ 2 അഭിഷേകത്തെ പറ്റിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് പറയാൻ പറ്റുമോ? രാജകീയ അഭിഷേകവും പൗരോഹിത്യ അഭിഷേകം, രാജകീയ അഭിഷേകം. ആമേൻ. പൗരോഹിത്യ അഭിഷേകവും രാജകീയ അഭിഷേകവും. ആമേൻ. ഇന്ന് നമ്മുടെ കണ്ണൂർ 27-ാം തീയതി പ്രാർത്ഥന വെക്കുന്നു. ഏകദേശം ഇന്ന് കണക്ക് നോക്കിയപ്പോൾ 56 പേര് പ്രാർത്ഥനയിൽ വരുന്നതാണ് അന്യഭാഷ പ്രാർത്ഥനയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു വേറൊരു ഹോളിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെ നമുക്ക് ധാരാളമാണ്. 50 പേരുടെ ഹോളാണ്, 6 കസേരകൾ ഇടാൻ പറ്റും. അപ്പോൾ ദൈവകൃപയാൽ നമുക്ക് ഈ വരുന്ന ശനിയാഴ്ച പ്രാർത്ഥനയിൽ പോരാടുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്കും പ്രാർത്ഥനയിൽ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എത്ര പേരുണ്ട്? അങ്ങനെ പ്രാർത്ഥിച്ചുമ്പോൾ ബ്രദർ എനിക്ക് എന്നാ ഗുണം? ഞാനാണെങ്കിൽ 100,000 വിഷയത്തിൻ്റെ അകത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ആളാണ്. ഒന്നാമത് ഞാൻ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? നിങ്ങൾക്കൊരു കാര്യം പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നമായി മാറും. കണ്ടു? ഈ സീക്രട്ട് പലർക്കും അറിയത്തില്ല. പലരും ഓർക്കുന്നത് ബ്രദറിന് ബെനിഫിറ്റ് ഇല്ല. ബ്രദർ ഈ സൂം എല്ലാം വെച്ചുകൊണ്ട് ബ്രദർ എല്ലായിടത്തും കൊണ്ട് പ്രാർത്ഥന വെക്കുമ്പം ബ്രദറിന് ഭയങ്കര ഗുണമല്ല. പിന്നെ ലോകം മുഴുവൻ ആലോചിച്ച് നോക്കി. നിങ്ങൾക്കറിയാം എന്തോരം നമുക്കിതിൻ്റെ അകത്ത് എക്സ്പെൻസ് വരും നിങ്ങൾക്കറിയാം. പക്ഷെ അത് ദൈവരാജ്യത്തിലുള്ളതാണ്. അപ്പോൾ ബ്രദറിനല്ലട ബെനിഫിറ്റ്, നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റ്. എന്താ ഈ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ആത്മീയമായി ഭൗതികമായി ദൈവം നമ്മളെ ഉയർത്തും. ദൈവത്തിന് ഇഷ്ടമാണ് സുവിശേഷ വേല ചെയ്യുന്നവരെ. പ്രാർത്ഥന ഒരു സുവിശേഷ വേലയാണ്. നാം ദേശത്തിൻ്റെ മേൽ വിതയ്ക്കുകയാണ്. ഞാൻ രാജകീയ അഭിഷേകത്തെപ്പറ്റി പറയുവാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ, വെയിൽസ് എന്ന് പറയുന്ന സ്ഥലം. ഞാനിവിടെ നിന്ന് ഇരിക്കുന്ന സ്ഥലത്തു നിന്നും 6-7 മണിക്കൂറുകൾ യാത്ര ചെയ്താൽ വെയിൽസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ അമേരിക്കയിലെ അസൂസ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അസൂസ സ്ട്രീറ്റ്. അവിടെ
വില്യം ജെ മോർ എന്ന് പറഞ്ഞൊരു ദൈവം എത്ര കേട്ടിട്ടുണ്ട്? അസൂസ ചിലപ്പോൾ എല്ലാവരും കേട്ടുണ്ടായിരിക്കും. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് അസൂസ ഉണർവ്, അസൂസ സ്ട്രീറ്റ് ഉണർവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്? അതിന് മുഖാന്തരമായ ഒരു ഉണർവാണ് വെയിൽസ് ഉണർവ്. അത് എത്ര പേര് കേട്ടിട്ടുണ്ട്? വെയിൽസ് ഉണർവ് എന്ന് പറഞ്ഞ്, വെയിൽസ് റിവൈവൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ വെയിൽസ് ഉണർവ് ഞാൻ അവിടെ പോയ സ്ഥലം കണ്ടു. പ്രത്യേകിച്ച് യു എസിലൊക്കെ ഉള്ളവർ നിങ്ങൾ കഴിയുമെങ്കിൽ അവിടെ പോയിട്ട് നോക്കണം. ഈ എന്താ പറയുന്നത്, ആ സ്ഥലത്ത് പോയി നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ വെയിൽസിൽ പോയ സമയത്ത് ഞാൻ ഈവാൻ റോബർട്ട്സ് എന്ന് പറഞ്ഞൊരു ദൈവദാസൻ, അതായത് അദ്ദേഹം മരിച്ചതിന് ശേഷം 50 വർഷമൊക്കെ കഴിഞ്ഞു, അദ്ദേഹം മരിച്ചിട്ടും കാലങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇന്നും ലോകത്തിൻ്റെ പല കോണിൽ നിന്നും ആളുകൾ അദ്ദേഹം ശുശ്രൂഷിച്ച സ്ഥലം കാണാൻ വേണ്ടി അവിടെ വരും. ഞാൻ നോക്കിയപ്പോൾ പ്രായം 23 വയസ്സ്. 23 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ലോകത്തിൻ്റെ ശ്രദ്ധ വെയിൽസിലോട്ട് തിരിച്ചു. നിങ്ങൾക്കറിയാവോ, അദ്ദേഹം കൽപ്പണിയിൽ ഈ കോറിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. കോറിയിൽ കൽക്കരിക്കനിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ആ ചെറിയ പ്രായത്തിൽ ജോലി കഴിഞ്ഞ് വന്ന് രാത്രി ഉറങ്ങാതെ പ്രാർത്ഥി, കർത്താവ് ഒന്നെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് വെയിൽസിനെ തരണം. ആ സ്ഥലത്തിൻ്റെ പേരാണ് വെയിൽസ്. ഒന്നെങ്കിൽ എനിക്ക് വെയിൽസിനെ തരണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ജീവൻ. അപ്പോൾ ഇദ്ദേഹം നിരന്തരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാവോ, ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവിടെയുള്ള മദ്യശാല വിട്ടും പാപം ചെയ്യുന്ന സ്ത്രീകളായിക്കോട്ടെ എല്ലാ പാപത്തിലും ജനം വിട്ട് മാനസാന്തരപ്പെട്ട്, അവർ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ലക്ഷക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക്. 23 വയസ്സുകാരൻ്റെ പ്രാർത്ഥന. അതാണ് പിന്നീട് അവിടെ നിന്നൊക്കെയാണ് അസൂസ സ്ട്രീറ്റിലേക്ക് ഇത് മാറുന്നത്. ഈ ഉണർവിൻ്റെ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് പ്രത്യേകിച്ച് പിന്നീട് പെന്തക്കോസ്ത ഉണർവൊക്കെ ഉണ്ടായതിൻ്റെ കാരണം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. ലോകത്തിലെ പല ഉണർവുകൾക്കും കാരണമായത്. അപ്പോൾ അത് ചോദിക്കുക, ഒരു 23 വയസ്സുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ലോകത്തെ ഇളക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എത്ര സജ്ജീകരണമുണ്ട്. ആ കൽക്കരിക്കോറിയിൽ ജോലി ചെയ്ത് രാത്രിയിൽ ടയേർഡായി വന്ന ചെറുപ്പക്കാരൻ ഉറങ്ങേണ്ട സ്ഥാനത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ദിവസങ്ങൾ, മാസങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം പിന്നെയും ജോലിക്ക് പോകണം. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ മാനിക്കുന്നൊരു ദൈവമുണ്ട് പ്രിയരെ. അവനെയും അവൻ്റെ കുടുംബത്തെയും തലമുറകളെയും മാനിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ആരും കൂട്ടില്ലെങ്കിലും ബ്രദറെ ഞാൻ വരും, ആരും വന്നില്ലെങ്കിലും ഞാൻ വരും, ആരും എന്നെ ഉന്തിയില്ലെങ്കിലും ഞാൻ തന്നെ വരുമെന്ന് ഒരു വാശി അകത്ത് വന്നാൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും പ്രാർത്ഥിക്കുന്നവനെ മാനിക്കാതെ വിടാത്തൊരു ദൈവം നമുക്കുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നിങ്ങൾ ബന്ധപ്പെടുക. ആമേൻ. നോക്കിക്കേ, ഇവിടെ വചനം പറയും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പൗരോഹിത്യ വർഗമാണ്. അപ്പോൾ 2 തരം അഭിഷേകത്തെപ്പറ്റി നാം കേട്ടു. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. എതിർക്കാൻ വരുന്ന ദുഷ്ടപിശാചുക്കൾ ഓർത്തോണം, സുവിശേഷ വിരോധികൾ എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യരല്ല, അവർ അകത്ത് വ്യാപരിക്കുന്നത് ദുരാത്മാവാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, സുവിശേഷ വിരോധികളുടെ അകത്ത് വ്യാപരിക്കുന്നത്, സുവിശേഷ വിരോധം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ക്രിസ്തുവിനെതിരെ വരുന്നതെല്ലാം സുവിശേഷ വിരോധമാണ്. അങ്ങനെ വരുന്നതിനെ നമുക്ക് യുദ്ധമെന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോണേ, അത് മനുഷ്യനായിക്കോട്ടെ, മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ദുരാത്മാവായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, പ്രതികൂലങ്ങളായിക്കോട്ടെ, ദൈവത്തിൻ്റെ വചനത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് വിചാരത്തെയും നോക്കിയ പൗലോസ് പറഞ്ഞ്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ വിചാരത്തെയും ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി പിടിച്ചെടുക്കുന്നു. 2 കൊരിന്ത്യർ 10:5. അപ്പം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ആരിടിച്ചു കളയണം? പറ, ആരാണ് ഇടിച്ചു കളയേണ്ടത്? ഒന്ന് പറഞ്ഞ്. അപ്പൊ ഒരു ചോദ്യം, ദൈവമല്ലേ ഇടിച്ചു കളയേണ്ടത്? പിന്നെ എന്തുകൊണ്ടാണ് കണ്ടോ, മിടുക്കര് നിങ്ങൾ ബൈബിള് പഠിച്ചു. കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നു. എൻ്റെ ബ്രദറെ, ഞാൻ ഈ പെൻഷൻ മേടിച്ച് ജീവിതത്തിൽ ഇനിയിപ്പോൾ കർത്താവിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിരിക്കുമ്പോൾ ഞാനിനി എന്നെ മോശയ്ക്ക് 80-ാം വയസ്സിലാണ് വിളി കിട്ടിയത്. കണ്ടോ, പെൻഷനൊക്കെ മേടിച്ച് അവസാനം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, തുടങ്ങാൻ പോവാം നമ്മളിപ്പോൾ കർത്താവിൻ്റെ വേല. കണ്ടോ, പ്രായം വിഷയമല്ല, ആരോഗ്യ ബ്രദറെ എനിക്ക് കുറവുണ്ട്, ആരോഗ്യം വിഷയമല്ല. തമ്പുരാൻ ദിവ്യ ആരോഗ്യം തരും. ചെരുപ്പ് തേയാതെ വസ്ത്രം മുഷിയാതെ കൃപ ദൈവം തരും. കണ്ടോ, കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ ചെരുപ്പ് തേയത്തില്ല പ്രിയരെ, കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ വസ്ത്രം മുഷിയത്തില്ല. അറിയാവോ? ആമേൻ.
അപ്പോൾ ദൈവം നമ്മളെ ആക്കി വെച്ചതിൻ്റെ അകത്ത് ഓരോ പട്ടണത്തിലും ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. അയ്യോ ബ്രദറെ, ഞാൻ എറണാകുളത്താണ്, എനിക്ക് ബ്രദറിനെ കാണാൻ വേണ്ടി എനിക്ക് തിരുവനന്തപുരത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രിയരെ പ്രാർത്ഥിക്ക്, ദൈവം നിങ്ങളെ എറണാകുളത്താക്കി വെച്ചിരിക്കുക. ഓ ബ്രദറെ, കോട്ടയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, മതി, കോട്ടയത്ത് നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുക. ബ്രദറെ, ഞാൻ ജർമ്മനിയിലാണ്, ഞാൻ ഒറ്റയാൾ മാത്രമേ ഉള്ളൂ, ജർമ്മനിയിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അല്ല, സൈന്യങ്ങളുടെ യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. നോക്കിക്കേ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് വിചാരത്തെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി പിടിച്ചടക്കണം. ആ രോഗശക്തിയോട് പറയണം, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, സൗഖ്യമാകുന്നത് വരെ ഞാൻ കർത്താവിൻ്റെ വചനം വിട്ടുമാറത്തിന്. ഞാൻ പറഞ്ഞു തരാം, ഞാനൊരു പദം ഉപയോഗിക്കുവാണ്, ആ പദം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നത് ഒരു അക്ഷരമായിട്ട്, അല്ലേ? മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, പല ലാംഗ്വേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തായിട്ടാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പല ഭാഷയിലാണ് ഇത് ലഭിക്കുന്നത്, അല്ലേ? പല ഭാഷയിലാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ലഭിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വചനം വായിച്ച് ഇരിക്കുന്ന സമയത്ത്, വായിച്ച് പഠിക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം ടോംസ് പറേ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദിവസങ്ങളിൽ നമ്മൾ കറക്റ്റ് റൂട്ടിലാണ് പോകുന്നത്. അത് വലിയൊരു കാര്യമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. അനാവശ്യമായിട്ടുള്ള മ്ലേച്ഛകരമായിട്ടുള്ള ചില വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എപ്പോഴും ഞാൻ പറഞ്ഞത്, നമ്മളൊരു ബ്രേക്ക് ത്രൂവിലോട്ട് കയറുമ്പോൾ പിശാചിൻ്റെ മനസ്സിൽ എവിടെയൊക്കെ അവൻ അടി കൊള്ളുന്നുണ്ട്, ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. ഇല്ല, ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ. ഇവിടെ നോക്കുക, ഏത് വിചാരത്തെയും പിടിച്ചടക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ പിടിച്ചടക്കുന്നത്? കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് പിടിച്ചടക്കുവാൻ നമ്മളെ സഹായിക്കുന്ന 2 അഭിഷേകമാണ് രാജകീയ പൗരോഹിത്യ അഭിഷേകം, റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഈ 2 അഭിഷേകം കൊണ്ടാണ് നമ്മൾ ഇതിനെ പിടിച്ചടക്കുന്നത്. ശ്രദ്ധിച്ചോണേ, രാജകീയ അഭിഷേകത്തിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. രാജകീയ അഭിഷേകത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മേലൊരു അധികാരമുണ്ട്. സകലത്തെയും വാഴുവാൻ വേണ്ടിയുള്ളൊരു അഭിഷേകം. സകല കാര്യത്തെയും വാഴുവാൻ ദൈവം നമുക്കൊരു അഭിഷേകം തന്നിട്ടുണ്ട്. ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. രാജാക്കന്മാരുടെ പ്രത്യേകത, നമുക്ക് നേരത്തെ മുന്നിൽ നമുക്ക് രാജഭരണം ഉണ്ടായത്. രാജഭരണത്തിൻ്റെ പ്രത്യേകത, ഒരാളെ രാജാവാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തി രാജാവായി കഴിഞ്ഞാൽ അതുവരെ ഒരു സാധാരണ വ്യക്തി, നമ്മൾ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിനെ പറ്റി പഠിച്ചു, ഷൗലല്ലേ? ഷൗലിനെ പറ്റി തന്നെ സ്വന്തമായിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ചെറിയവനാണ്. കാര്യം പൊക്കമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചെറിയവനാണ്, എന്നെക്കൊണ്ട് വലിയ കഴിവൊന്നുമില്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ കാണാതെ പോയ കഴുതയെ തപ്പി വന്നു. പക്ഷേ അഭിഷേകം വീണ് കഴിഞ്ഞാൽ പിന്നെ അവനെ ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അവൻ രാജാവാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വായിച്ചത്, എൻ്റെ ജനത്തെ ഭരിക്കുന്നവനാണ്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് രാജകീയ അഭിഷേകം തന്നാൽ ഇത് പിശാചിനും അറിയാം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവം എനിക്ക് രാജകീയ അഭിഷേകം തന്നാൽ പിശാചിനെയും ദൈവം ഇൻഫോം ചെയ്യുന്നു പറ. അപ്പം രാജകീയ അഭിഷേകമുള്ളവൻ ആരാന്ന് പിശാചിനും ദൈവം എന്ത് കൊടുക്കും? ദൈവം അറിവ് കൊടുക്കും. അപ്പോൾ ഈ രാജകീയ അഭിഷേകവും പൗരോഹിത്യ അഭിഷേകം ഉള്ളതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് വിചാരത്തെയും പിടിച്ചടക്കുവാൻ ഈ രാജകീയ അഭിഷേകത്തിനും പൗരോഹിത്യ അഭിഷേകത്തിനും കഴിയും. അപ്പോൾ ഈ രാജകീയ പൗരോഹിത്യ അഭിഷേകം നിങ്ങളുടെ മേലുള്ളപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ബ്രദറെ ഇതെന്തുകൊണ്ടാണ് ശരിയാകാത്തത്? ഞാൻ പറഞ്ഞു തരാം. പ്രാർത്ഥിച്ചിട്ടും ശരിയാകാത്തതിൻ്റെ കാരണം നിങ്ങൾ അധികാരത്തെ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ അധികാരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. നമുക്കൊരു വാക്യത്തിലേക്ക് വേഗത്തിലേക്ക് ഒന്ന് പോകാം.
രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ ഇന്നലെ എടുത്തായിരുന്നു. അതിന് ജനം അവനെ കൊല്ലുവാൻ ഇന്നിതൊക്കെയും കൊടുക്കുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അതായത് നമുക്ക് ഈ സന്ദർഭം ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ദാവീദ് രാജാവ് ശൗലുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. നമുക്കറിയാം ഫെലിസ്ത്യ സൈന്യം വന്ന് എന്ത് ചെയ്യണം. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്നവരോട് ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൻ്റെ നിന്ദയെ നീക്കിക്കളയുന്നതിന് എന്തു കൊടുക്കുമെന്ന് ചോദിച്ചു. എൻ്റെ ചോദ്യം, ഇസ്രായേലിന് വിരോധമായി നിൽക്കുന്ന മിദ്യാൻ ഫെലിസ്ത്യ സൈന്യത്തെയും ഗോലിയാത്തിനെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ ദാവീദ് ആരാ? എൻ്റെ ചോദ്യം. ദൈവമില്ലേ അവിടെ? അവിടെ ഇസ്രായേലിനൊരു ദൈവം ഉണ്ടല്ലോ. ഇസ്രായേലിനൊരു ദൈവം ഉണ്ട്. ഇസ്രായേലിൻ്റെ ദൈവത്തിനെതിരെയാണ് ഇപ്പോൾ ഫെലിസ്ത്യ സൈന്യം വന്നിരിക്കുന്നത്. പക്ഷെ ദാവീദ് പറയുകയാണ്, അപ്പോൾ ദാവീദ് അവരുടെ അടുക്കൽ നിന്നുകൊണ്ട് ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്നും നിന്നയെ നീക്കിക്കളയുവാൻ എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു. അതിന് ജനം, ഇവനെ കൊല്ലുന്നവൻ ഇന്നതൊക്കെ കൊടുക്കുമെന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, ദൈവത്തിൻ്റെ യുദ്ധം ദാവീദിൻ്റെ യുദ്ധമായി മാറുന്നു. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് കഴിയുമ്പോൾ ലോകത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടുവാൻ ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. അതിൻ്റെ തെളിവ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്ത് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13 പറയും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നിനാൽ പ്രയോജനം? കണ്ടോ, ലോകത്തിൻ്റെ ഉപ്പ്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. അത് കാരമില്ലാതെ പോയാൽ എന്തോന്നിനും നിങ്ങൾ നിങ്ങൾ ആ വാക്കുകൊണ്ടോ ലോകത്തിൻ്റെ ഉപ്പാണ്. ലോകത്തിൻ്റെ ഉപ്പെന്ന് പറഞ്ഞാൽ നമുക്കൊരു എത്ര നല്ല കറി വെച്ചെന്ന് പറഞ്ഞാലും ആ കറിക്ക് ഉപ്പില്ലെങ്കിൽ ആ കറി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആ കറി കൊണ്ട് ഒരു ഗുണവുമില്ല. ഉപ്പാണ് അതിനെ രുചിയാക്കി മാറ്റുന്നത്. അപ്പം ലോകത്തിന് രുചി വരണമെങ്കിൽ നിങ്ങൾ വേണം. ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുക. കണ്ടോ, നിങ്ങളെ അങ്ങനെ, നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളാണ് അനുഗ്രഹം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണവേ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നെടുന്തൂണ് നിങ്ങളാണ്. അയ്യോ ബ്രദറെ, ഞാൻ ഏഴയാണ്, പുഴുവാണ്, പൊടിയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ അല്ല, ഞാൻ ലോകത്തിൻ്റെ ഉപ്പാന്ന് പുതിയ നിയമത്തിൽ എന്നോട് പറയുക. കണ്ടോ, ലോകത്തിൻ്റെ ഉപ്പായ ഞാൻ എന്തുകൊണ്ട് വീടിൻ്റെ ഉപ്പായിക്കൂടാ? നിങ്ങൾ ആ വാക്ക് കണ്ടോ, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഉപ്പ് ഉപ്പ് ടോംസ് പറ. ബ്രദറെ, ഞാൻ നോക്കിയിട്ട് ഇവനെ റിമൂവ് ചെയ്യാൻ കഴിയുന്നു. കക്ഷി നിങ്ങൾ ഒരു നിമിഷം എല്ലാവരും ഒന്ന് വീഡിയോ ഓഫ് ചെയ്തോ. നിങ്ങളെല്ലാവരും വീഡിയോ ഓഫ് ചെയ്തേ. നിങ്ങളെല്ലാവരും വീഡിയോ ഓഫ് ചെയ്തേ. എല്ലാവരും ഒന്നും അതിൽ നോക്കണ്ട. എല്ലാവരും വീഡിയോ ഓഫ് ചെയ്യണേ. നമ്മുടെ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ആളുകളെ വളരെ ആവശ്യമുണ്ടെന്ന് പറയാൻ കാരണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത്, അനാവശ്യമായിട്ട് വീഡിയോ എല്ലാവരും ഓഫ് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് ഇന്ന് വിരോധമായി പൊങ്ങുന്ന സകല ദുഷ്ടപിശാചുക്കളെയും സകലവിധമാകുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെയും ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ. ഓ ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നമ്മൾ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഈ പേരുകൾ, നിങ്ങൾ നേരെ ഉള്ള പേരുകൾ പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്യും. അപ്പം നമുക്കിതിൻ്റെ അകത്ത് ഈ അല്ലാത്തുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഒരു മലയാളി പേരല്ലാത്ത പേരുകൾ വരുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പേരുകൾ നിങ്ങൾ നന്നായിട്ട് ടൈപ്പ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് പേരുകൾ, ഇപ്പോൾ കണ്ടില്ല ഇതുപോലെയുള്ള ശല്യങ്ങൾ, ഇങ്ങനത്തുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് പേരാണ്, ഈ നമ്പരൊക്കെ ഇട്ടാൽ നമുക്ക് അറിയത്തില്ല പലപ്പോഴും. ആമേൻ. ഞാൻ ഇനി മൂലം ശ്രദ്ധിച്ചോളാം. ഇനി മൂലം നമ്മൾ നേരത്തെ നിങ്ങൾ പ്രാർത്ഥന ലിങ്കിൽ പ്രവേശിക്കുക. ഞാനൊരു 4 മണി പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഇന്ത്യൻ സമയം 9:35 കഴിയുമ്പോഴേക്കും നമ്മളെ പ്രാർത്ഥന ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ പിന്നെ ഓർത്തുകൊണ്ടിരുന്ന ആരെങ്കിലുമൊക്കെ പിന്നീട് വന്ന് കയറുവാണെങ്കിൽ കയറട്ടെ എന്ന് വിചാരിച്ചാണ് പലപ്പോഴും ലോക്ക് ചെയ്യാത്തത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് ലോക്ക് ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. പിന്നെ നിങ്ങൾ ബ്രദറെ കയറാൻ പറ്റുന്നില്ല മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. കാരണങ്ങൾ ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. നമ്മൾ നിർത്തുന്നില്ല. കാര്യം ഇത് മനസ്സിലായി പിശാച് നിനക്ക് കൊള്ളുന്നുണ്ട്. കാരണം നിനക്കെതിരെയുള്ള വാക്കുകളാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നോക്കിക്കേ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നിനാൽ അതിന് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യ ചവിട്ടാനല്ലാതെ. ഇപ്പം നോക്കിയേ, നിങ്ങളെ ആരെങ്കിലുമൊക്കെ ചവിട്ടുന്നുണ്ടോ? ഇപ്പം ബൈബിൾ പറയുന്നു ഉപ്പിന് കാരം പോയാൽ പിന്നെ അത് വെറും ഒരു പൊടിയാണ്, അല്ലേ? വെറും ഒരു മണൽത്തരിക്ക് സമമായ പൊടിയാണ്. എല്ലാവരും കഴിയുമെങ്കിൽ ഇപ്പം ഈ സമയത്തൊന്ന് വീഡിയോ ഓഫ് ചെയ്തു. അപ്പോൾ ഉപ്പിന് കാരമില്ലാതെ പോയാൽ എന്തോന്നിനാൽ രസം വരുത്താം. അപ്പോൾ ഉപ്പിൻ്റെ കാരമാണ് അതിന് രസം വരുത്തുന്നത്. ഉപ്പിന് കാരമില്ല എങ്കിൽ അതിനെ ചവിട്ടിക്കളയാനേ കൊള്ളത്തുള്ളൂ. ആമേൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, ലോകത്തിൻ്റെ ഉപ്പാണ്. അപ്പം രാജകീയ പൗരോഹിത്യ അഭിഷേകം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു? ആ അഭിഷേകത്തെ ഉപയോഗിക്കുവാൻ ദാവീദ് രാജാവ് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ആദ്യത്തെ ചോദ്യം, തൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇസ്രായേലിനൊരു പ്രശ്നം വന്നപ്പോഴേക്കും ഉടനെ ദാവീദ് ഇടപെടുവാണ്. അത് ദൈവത്തിൻ്റെ വിഷയമാണെങ്കിൽ അതെൻ്റെയും വിഷയമാണ്. അടുത്ത ചോദ്യം, ഇവനെ നശിപ്പിക്കുന്നവൻ എന്തു കൊടുക്കുമെന്ന് ജനത്തോട് ചോദിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവരവരോട് സംസാരിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ടിട്ട് ദാവീദിനോട് കോപിച്ചു. നീ എവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറേ ആടുകളെ നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. കണ്ടോ, ദാവീദ് പട കാണാൻ വേണ്ടി വന്നതല്ല, പടയ്ക്ക് വന്നതാണ്. കാര്യം ഇദ്ദേഹത്തിൻ്റെ അകത്തൊരു രാജകീയ അഭിഷേകമുണ്ട്. രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെ പിടിക്കുന്ന അഭിഷേകം. എൻ്റെ കൂടെ പറഞ്ഞ്, രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെ പിടിക്കുന്ന അഭിഷേകം എന്ന് പറ. രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെ പിടിക്കുന്ന അഭിഷേകം. അപ്പൊ രാജ്യങ്ങളെ പിടിക്കുന്ന അഭിഷേകമുള്ളവനെ കളിയാക്കുവാൻ കുടുംബത്തിൻ്റെ അകത്തു നിന്നും ചില ഏലിയാബുമാർ എണീറ്റ് വന്നു. തൻ്റെ ചേട്ടൻ പറയുക, നീ അഹങ്കാരിയാണ്, നീ നെഗളിയാന്ന് എനിക്കറിയാം. കണ്ടോ, ചേട്ടൻ പറയും നീ അഹങ്കാരിയും. വിശ്വാസത്തിൻ്റെ വാക്ക് പറയുന്നവനെ ആളുകൾ ചിലപ്പോൾ അഹങ്കാരി എന്നൊക്കെ പറയും കേട്ടോ. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴേക്കും നമ്മളെ പരിഹസിക്കാൻ വേണ്ടി ചിലപ്പോൾ വീടിൻ്റെ അകത്തുനിന്ന് ആൾക്കാരൊക്കെ പൊങ്ങി വരും കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓ എൻ്റെ ചേട്ടൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ വീട്ടുകാരങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞു, എൻ്റെ മക്കളങ്ങനെ പറഞ്ഞു, അതിൽ ഞാൻ അങ്ങ് തളർന്ന് പോകുക. എൻ്റെ കൂടെ പറഞ്ഞ് തളരുതെന്ന് പറ. നീ വലിയ പ്രാർത്ഥനക്കാരിയാണ്, പ്രാർത്ഥനക്കാരനാന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ തളർന്നു പോകരുതേ, തളർന്നു പോകരുതേ, തളർന്നു പോകരുത്. അവിടുന്ന് കർത്താവ് നിങ്ങളെ എണീപ്പിക്കും. ഒരു ദാവീദിൻ്റെ ഉണ്ട്. ദാവീദ് ആ വാക്കിനെ അങ്ങോട്ട് ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ദാവീദ് പറയുക, അതിന് ദാവീദ് ഞാനിപ്പോൾ എന്ത് ചെയ്തു? ദാവീദിൻ്റെ ചോദ്യം, ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ പേടിച്ചു പോയോ? ഞാൻ പറഞ്ഞ വാക്കെന്നറിയാവോ? ഇപ്പോൾ ഇസ്രായേലിന് വിരോധമായി നിൽക്കുന്ന ഈ ഫെലിസ്ത്യനെ ഞാൻ നശിപ്പിക്കും. കണ്ടോ, കാര്യം രാജകീയ അഭിഷേകമുള്ളവൻ അറിഞ്ഞോണം, എനിക്കെതിരെ വരുന്ന ആയുധത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തകർക്കും, ജയിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ വാ തുറന്ന് പറയണം.
നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ദൈവത്താൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ പ്രഖ്യാപിക്കണം. ദാവീദ് ആദ്യം തന്നെ വിളിച്ചു പറയുന്നു, ഈ ഫെലിസ്തീനെ ഞാൻ നശിപ്പിക്കും. ഈ ഫെലിസ്തീനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത് കേട്ട ചേട്ടൻ പറയും, എടാ നെഗളി, എടാ അഹങ്കാരി. കണ്ടോ, ഉടനെ ദാവീദ് പറയും, ഞാനൊരു വാക്ക് പറഞ്ഞതിനാണോ ഈ ഇളക്കം? അടുത്ത വാക്ക്, അവർ അവനെ വിട്ടുമാറി മറ്റൊരിടത്തേക്ക് അവനെ തന്നെ ചോദിച്ചു. ജനം മുമ്പിലത്തെ പോലെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിന് അറിവ് കിട്ടി. അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്തീനോട് അംഗം പൊരുതുമെന്ന് പറഞ്ഞു. ശൗല് ദാവീദിനോട്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. കണ്ടോ, നമുക്ക് പ്രാപ്തിയില്ല എന്ന് കൊരിന്ത്യ ലേഖനം വചനത്തിൽ പറയുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ, എന്നുള്ള വാക്കുകൊണ്ട് ലോകത്തിൽ ബലഹീനമായ എന്നെ തിരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാവോ? ദൈവം എന്നെ ലോകത്തിൻ്റെ ഉപ്പാക്കിയിരിക്കുന്നു. ദൈവം എന്നെ ലോകത്തിൻ്റെ ഉപ്പായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശൗല് പറയുന്ന വാക്കുകൊണ്ട് ശൗല് പറയുകയാണ്, നീ അവനോട് അംഗം പൊരുതാൻ നിനക്ക് പ്രാപ്തിയില്ല. ദാവീദ് പറയാം, കറക്റ്റാ, ലോകത്തിൽ ഏറ്റവും വലിയ ബലഹീനം ഞാനാ. കാര്യം ദൈവം എന്നെ തിരഞ്ഞെടുത്തത് എവിടുന്നാണെന്നറിയാവോ? ഏറ്റവും ബലഹീനന്മാരുടെ കൂട്ടത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ബ്രദറെ, ഞാൻ ഏറ്റവും കുറവുള്ള വ്യക്തി എന്നൊക്കെ പറയുന്നില്ല എൻ്റെ പ്രിയരെ, അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് കേട്ടോ. എനിക്ക് ഒരു കഴിവില്ല ബ്രദറെ, അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. എൻ്റെ ബ്രദറെ, എനിക്ക് ഒരു നേരെ ജോബി ഒന്ന് വർത്തമാനം പറയാൻ കഴിവില്ല, അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. ബ്രദറെ, എനിക്ക് നല്ലപോലെ ഒന്ന് സംസാരിക്കാൻ പോലും അറിയത്തില്ല, അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. ബ്രദറെ, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാനാ ഒന്നിനും കൊള്ളാത്ത, അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. ദാവീദിന് മനസ്സിലായി, ശൗലിന് മനസ്സിലായി ഇവനൊരു പയ്യനാണ്. പക്ഷേ ദാവീദിന് മനസ്സിലായി, ദാവീദ് അതിനെപ്പറ്റി പറയും, നീ ഒരു ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. അടുത്ത ദാവീദിൻ്റെ മറുപടി, ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്നും ആടുകളെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അവനെ അടിച്ചതിൻ്റെ വായിൽ നിന്നും ആടിനെ വിടുവിച്ചു. അതിൻ്റെ അർത്ഥം, എൻ്റെ വരുമാന മാർഗത്തെ കയറി തൊട്ടതിനെ, അതെത്ര വലിയതാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും, നോക്കിക്കേ, എത്ര വലിയവനാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും ഞാൻ ബാലനൊക്കെ ആയിരിക്കാം, ലോകത്തിലെ ഏറ്റവും ബലഹീനനായിരിക്കാം, പക്ഷെ എൻ്റെ അകത്തൊരു രാജകീയ അഭിഷേകമുണ്ട്. കണ്ടോ, എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, രാജകീയ അഭിഷേകത്തിന് പിടിച്ചടക്കാൻ പറ്റുമെന്ന് പറ. രാജകീയ അഭിഷേകവും വെച്ചുകൊണ്ട് നമ്മൾ പറയും, എൻ്റെ ബ്രദറെ, പിശാച് എൻ്റെ വഴി മൊത്തം അടച്ചു, പിശാച് എൻ്റെ വേലി കെട്ടി, പിശാച് എൻ്റെ നന്മ അടച്ചു, പിശാച് എൻ്റെ പ്രിയരെ, പിശാച് ഇങ്ങനെ നോക്കിയിരിക്കും, ഇവനാ രാജകീയ അഭിഷേകം ഉപയോഗിക്കരുതേ. അപ്പോൾ എങ്ങനെയാണ് രാജകീയ അഭിഷേകം ഉപയോഗിക്കുന്നത്? തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന വാക്ക് നോക്കിക്കേ. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായി. ദാവീദ് എന്നാ പറഞ്ഞത്? ഈ ഫെലിസ്തീനെ ഞാൻ നശിപ്പിക്കും. കണ്ടോ, രാജകീയ അഭിഷേകമുള്ളവൻ്റെ അകത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. അവൻ്റെ ജഡത്തിലെ കോൺഫിഡൻസ് അല്ല, അവൻ്റെ അഭിഷേകത്തിൻ്റെ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഞാൻ ഇടിച്ചു കളയും. കണ്ടോ, ഏത് വിചാരത്തെയും ഞാൻ ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി പിടിച്ചെടുക്കും. പറയണം, ഈ രോഗത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ജയിക്കും. ഈ പ്രതിസന്ധിയെ, ഇത് പറയുമ്പോൾ ബ്രദറെ എന്താ ഗുണം? ഈ രാജകീയ അഭിഷേകം ജ്വലിക്കും, രാജകീയ അഭിഷേകം ചാർജാകും, രാജകീയ അഭിഷേകം റിലീസാകും. ആമേൻ, ഹല്ലേലൂയ. ദാവീദ് താൻ ചെയ്ത ഏറ്റവും നല്ല കാര്യം, ദാവീദ് പരസ്യമായി പറഞ്ഞു. കണ്ടോ, ചില കാര്യങ്ങൾ വിളിച്ചു പറയണം. ചിലത് പറയും, ബ്രദറെ, പരസ്യമായിട്ട് പറഞ്ഞ ആൾക്കാർ കണ്ണു വെക്കത്തില്ലേ? ഇതൊക്കെ നമ്മുടെ തെറ്റായ ദുരുപദേശങ്ങളാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ പരസ്യമായി പറഞ്ഞു. അടുത്ത വാക്യത്തിൽ പറയുവാണ്, നീ ഒരു ബാലനത്രേ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദിൻ്റെ സാക്ഷ്യം, യഹോവ നല്ലവനായിരുന്നു, ഈ ആഴ്ച കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു, ഇനി അടുത്ത ആഴ്ച എന്നാ എനിക്ക് അറിയത്തില്ല. ഇതല്ല ദാവീദ് പറഞ്ഞത്. എൻ്റെ വരുമാന മാർഗമായ ആ ഒരു ആടിനെ പിടിച്ചുകൊണ്ട് പോയ കുറുക്കനെ പറ്റി അല്ല പറയുന്നത്, പൂച്ചയെപ്പറ്റി അല്ല പറയുന്നത്, കോഴിയെപ്പറ്റി അല്ല പറയുന്നത്, സിംഹത്തെയും കരടീനെയും പുറകെ ചെന്ന് അതിൻ്റെ വായിൽ നിന്നും, കണ്ടോ, അതിൻ്റെ വായിൽ നിന്നും. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് അയക്കരുതേ, ശ്രദ്ധിച്ചേ വചനം. നിങ്ങളുടെ പിശാച് നിങ്ങളുടെ ഹൃദയത്തെ കവരാൻ നോക്കുവാണ്, ശ്രദ്ധ മാറിപ്പോകരുതേ. ഈ വചനം കേൾക്കണം,
ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് കുടുങ്ങിപ്പോകും. ഇന്ന് ആ രാജകീയ അഭിഷേകത്തെ ഒന്ന് ഉപയോഗിച്ച് നീ ബാലനാന്ന് പറയുക. അവനോ ബാല്യം മുതൽ യോദ്ധാവാണ്. ഞാൻ പറയാം, നിങ്ങളുടെ ശത്രുവിന് എത്ര ബലമുണ്ടെങ്കിലും നിങ്ങളുടെ അഭിഷേകത്തിന് മുമ്പിൽ കീഴ്പ്പെടും. രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുന്ന അഭിഷേകം. നമുക്കറിയാം, രാജാവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ ഇച്ചിരി പാടല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ജനാധിപത്യം, നമുക്കൊരു മന്ത്രിയെ കാണണമെങ്കിൽ ഒത്തിരി ഫോർമാലിറ്റി ഉണ്ട്. എന്നാൽ പോലും നമുക്കൊരു നിയമം പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ്. അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. നമ്മളിൽ ഒരാളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങളെ സേവിക്കേണ്ടതിന് ജനങ്ങളിൽ ഒരുവനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുത്തത്. പക്ഷേ രാജാവ് അങ്ങനെയല്ല. രാജാവിന് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് രാജാവിനെ എപ്പോഴും കാണാൻ കഴിയത്തില്ല. രാജാവ് തീരുമാനിക്കണം. രാജാവിൻ്റെ മേലൊരു പവറുണ്ട്, ഒരു അതോറിറ്റി ഉണ്ട്. ഇതാണ് നിങ്ങളുടെ അഭിഷേകം. ഈ രാജകീയ അഭിഷേകത്തിന് നിങ്ങൾക്കെതിരെ വരുന്ന വിഷയങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. ശത്രുവിൻ്റെ ബലത്തെ കെടുത്തും. നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ആമേൻ. നോക്കിക്കേ, ഇവിടെ ദാവീദ് എന്ത് ചെയ്തു? പരസ്യപ്പെടുത്തി. ഒന്നാമത്തെ പഠിക്കേണ്ട വിഷയം, ദാവീദ് മിണ്ടാതിരുന്നില്ല, തൻ്റെ അഭിഷേകത്തെ താൻ പരസ്യപ്പെടുത്തി. ശത്രുവിനെ, ദൈവം എനിക്ക് ചിലപ്പോൾ എൻ്റെ കൂടെ നിൽക്കുമായിരിക്കും. നമ്മൾ പലപ്പോഴും പറയത്തില്ല, ബ്രദറെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ബ്രദറും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണവേ. ഇനി സിസ്റ്ററും കൂടെ പറയണേ, സിസ്റ്ററും ആൻസിസ്റ്ററും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണവേ. ഇനി ഞാൻ കൊച്ചില്ലേ, കൊച്ചിനോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മളിങ്ങനെ അങ്ങ് വറീഡാകുക. എൻ്റെ പ്രിയരെ, തിരിച്ചറിയണവേ, നിങ്ങളുടെ അകത്തിരിക്കുന്ന രാജകീയ അഭിഷേകത്തിന് രാജ്യങ്ങളെ തൊടുവാൻ കഴിയും. ഞാൻ പ്രാർത്ഥനക്കാരെ കളിയാക്കിയതല്ല, ക്ഷമിക്കണം കേട്ടോ. ഞാൻ അവരെ പരിഹസിച്ചതല്ല കേട്ടോ. നമ്മൾ ഇന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആൾക്കാരൊന്നുമല്ല. പിടിച്ചടക്കാനുള്ളവരാണ് നമ്മൾ. നോക്കിക്കേ, എന്നും പറഞ്ഞ് പ്രയർ റിക്വസ്റ്റ് വിഷമിച്ചിരിക്കുമ്പോൾ അയക്കാതിരിക്കരുത് കേട്ടോ. വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ഒട്ടും പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോ. അവിടെ ഒരു മടിയും വേണ്ട. പക്ഷേ ശക്തിപ്പെടണം. ഇവിടെയാണ് പ്രത്യേകത. രാജകീയ അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മത്തായിയുടെ സുവിശേഷത്തിൽ പറയും, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്. വാക്കുകൊണ്ടോ, ലോകത്തിൻ്റെ ഉപ്പ്. കോട്ടയത്തിൻ്റെ ഉപ്പ് നല്ല പറഞ്ഞേക്കുന്നത്, ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപ്പ് നല്ല പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും 2 കുടുംബയോഗത്തിൻ്റെ ഉപ്പാന്നല്ല പറയുന്നത്, ലോകത്തിൻ്റെ ഉപ്പ്. എൻ്റെ അർത്ഥം, ലോകത്തിനൊരു രുചി വരണമെങ്കിൽ നിങ്ങൾ വേണം. കണ്ടോ, ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുക. ഇപ്പം പറയണം, എൻ്റെ പട്ടണത്തിൽ ഞാൻ അറിയപ്പെടും, എൻ്റെ രാജ്യത്ത് ഞാൻ അപ്പോൾ ഈ അഭിഷേകം അകത്തുള്ളത് കൊണ്ടാണ് രാജകീയ പൗരോഹിത്യ അഭിഷേകം. ഞാൻ രാജകീയ അഭിഷേകം മാത്രമേ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, പൗരോഹിത്യ അഭിഷേകത്തിൽ ഞാൻ വന്നിട്ടില്ല. അപ്പോൾ രാജകീയ അഭിഷേകവും പൗരോഹിത്യ അഭിഷേകവും പ്രവർത്തിക്കുന്നത് എങ്ങനെ? രാജകീയ അഭിഷേകം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ദാവീദ് രാജാവിന് മനസ്സിലായി, ഇസ്രായേലിനൊരു പ്രശ്നം വന്നാൽ അത് എൻ്റെ പ്രശ്നമാണ്. സുവിശേഷ വിരോധികൾ ഇന്ത്യയെ ആക്രമിച്ച് സഭയെ മുടിപ്പിക്കുവാൻ, ആരാധന മുടക്കുവാൻ നോക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംഘടനയല്ല അവരുടെ വിഷയം. അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ പിടിച്ചടക്കുവാൻ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന രാജകീയ അഭിഷേകത്തെ തുറക്കണം. അപ്പോൾ രാജകീയ അഭിഷേകത്തെ എങ്ങനെയാണ് തുറക്കാൻ പറ്റുന്നത്? രാജകീയ അഭിഷേകത്തെ നിങ്ങൾക്ക് തുറക്കണം, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം പരസ്യമായിട്ട് അഭിഷേകമുള്ളവൻ പ്രഖ്യാപിക്കണം. എൻ്റെ അഭിഷേകമുള്ളവൻ ഞാനിതിനെ പിടിച്ചടക്കും. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്നതിനെ പിടിച്ചെടുക്കും. നോക്കിയേ, അവിടെ ഫെലിസ്ത്യ സൈന്യത്തിൻ്റെ മുമ്പിൽ ദാവീദ് പറയുകയാണ്, എന്താ പറഞ്ഞേക്കുന്നത്? ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ അഗ്രചർമ്മി, ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആര്? അതിന് ജനം അവനെ കൊല്ലുവാൻ ഇതിനൊക്കെ എന്ത് കൊടുക്കുമെന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, അപ്പോൾ രാജകീയ അഭിഷേകമുള്ള വ്യക്തികൾ ആദ്യം എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ അതിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ജയിക്കും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ കുടുംബത്തിലൊരു വിഷയം വന്നാൽ ഞാൻ അതിനെ ജയിക്കുമെന്ന് പറ. ആദ്യം പറ, ജയിക്കും. ആദ്യം അങ്ങനെ പറയണം. ഈ രാജകീയ അഭിഷേകം അങ്ങോട്ട് പുറത്ത് വരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? രാജാവിനെ പോലെ സംസാരിക്കണം. പിശാചിന് മനസ്സിലാകണ്ടേ നിങ്ങൾ രാജകീയ അഭിഷേകത്തിലാണോ അല്ലയോ എന്ന്. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ ഫിംഗർ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഫിംഗർ പ്രിൻറ്റിൻ്റെ പ്രത്യേകത, ആ ഫിംഗർ പ്രിൻ്റ് ആരാണോ അതിൽ കൊണ്ട് വെക്കുന്നത്, ആ ഫിംഗർ പ്രിൻ്റ് വെക്കുന്ന മെഷീനിൽ കൊണ്ട് കൈവെക്കുന്നത് ആ വ്യക്തിയുടെ മുമ്പിൽ മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ചോദ്യം, ഫിംഗർ പ്രിൻറ്റിനോട് പറയാം ഞാൻ തന്നെയാണ് ശരിക്കുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റിന് മനസ്സിലാകത്തില്ല.
ഇതേപോലെ പിശാചിന് ദൈവം ഒരു അറിവ് കൊടുത്തിട്ടുണ്ട്. ആരാണ് രാജാക്കന്മാർ? യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസിയെ നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പൗരോഹിത്യ വർഗമാണ് നിങ്ങൾ. കണ്ടോ? അപ്പം ഇങ്ങനെയുള്ള നിങ്ങൾ ആദ്യം പറയാം, എൻ്റെ കുടുംബം എന്നിലൂടെ വിടുവിക്കപ്പെടും. അയ്യോ ബ്രദറെ, എൻ്റെ കുടുംബം ഇപ്പോൾ പോകുന്ന വഴിയെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ. എൻ്റെ പ്രിയരെ, നിങ്ങളാണ് ആ കുടുംബത്തിലെ രാജാവ്. നിങ്ങളാണ് ആ കുടുംബത്തിൻ്റെ, ബൈബിൾ പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങളാണ് ആ കുടുംബത്തിൻ്റെ ഉപ്പ്. നല്ല ഒന്നാന്തരം കറി വെച്ചു, നല്ല കറിയാ, പക്ഷെ ഉപ്പില്ലെങ്കിൽ ആ കറിക്ക് രുചിയില്ലാത്തതുപോലെ നിങ്ങളില്ലെങ്കിൽ ആ കുടുംബം ഇല്ല. ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുക. പക്ഷെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഞാനാണല്ലോ ബ്രദറെ. പലരും പറയും ഞാൻ പ്രാർത്ഥിക്കുന്ന അച്ചായൻ പറയുക നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെടാത്തത്. പ്രിയരെ, അത് അച്ചായനല്ല പറയുന്നത് കേട്ടോ. എൻ്റെ കൂടെ പറഞ്ഞത് അച്ചായനല്ല പറയുന്നത്, പിള്ളേരല്ല പറയുന്നത്, അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ദുരാത്മാവാന്ന് പറ. അയ്യോ പലരും പറയും എൻ്റെ ബ്രദർ, എൻ്റെ സ്വന്തം ഭർത്താവ് അതിനെ പറ്റി പറയുന്നത്, നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആകുന്നത്. അപ്പോൾ വേദനിച്ചില്ലേ? സ്വന്തം മക്കൾ പറയും അമ്മ ഇനി പ്രാർത്ഥിക്കണ്ട, പപ്പ ഇനി പ്രാർത്ഥിക്കണ്ട. കണ്ടോ? അയൽപക്കംകാരൻ പറഞ്ഞാൽ നമ്മൾ പറയും പിശാചാന്ന് പറയും. വീടിൻ്റെ അകത്ത് പറഞ്ഞാൽ നമ്മൾ പിശാച അച്ചാനാന്ന് പറയും. അകത്തുണ്ട് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. പിശാചുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, സ്വാധീനം. നിങ്ങൾ ഒരെണ്ണം തിരിച്ചറിയണം, പിശാചേ നിൻ്റെ കളി നടക്കത്തില്ല, എൻ്റെ പ്രാർത്ഥനയാണ്, എന്നെക്കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിക്കുന്നത് കൊണ്ടാണ്. ഞാനാണ് ഈ കുടുംബത്തിൻ്റെ ഉപ്പ്. പോരാ, ഞാനാണ് ഈ പട്ടണത്തിൻ്റെ ഉപ്പ്. പോരാ, ഞാനാണ് രാജ്യത്തിൻ്റെ ഉപ്പ്. പോരാ, ഞാനാണ് ലോകത്തിൻ്റെ ഉപ്പ്. നോക്കിക്കേ, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. നോക്കിയേ, ഭൂമിയുടെ ഉപ്പാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ രാജകീയ അഭിഷേകം ഉള്ളത് കൊണ്ടാണ് ലോകം എന്നൊരു വാക്ക് അവിടെ വന്നിരിക്കുന്നത്. ലോകം എന്ന വാക്ക് വരാൻ കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു നിങ്ങൾ റെയിൻ ഓവർ എന്ന് പറഞ്ഞ സകലത്തെയും വാഴുക. കഴിഞ്ഞ ദിവസം നമ്മൾ വുമൻസ് മീറ്റിങ്ങിൽ അൻസിസ്റ്റർ ആ വാക്ക് എടുത്തായിരുന്നല്ലേ, റെയിൻ ഓവർ, വാഴുക, വാഴ്ചയുടെ അഭിഷേകം. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്നത് ഞാൻ ഇടിക്കും. അതിനാണ് ഞാൻ പറയുന്നത്, അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, അഭിഷേകത്തെ ജ്വലിപ്പിക്കണമെന്ന് പറ. ആമേൻ. ഞാൻ ഇന്നാൾ പറഞ്ഞു, അഭിഷേകം പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യുന്ന സമയത്ത് അഭിഷേകത്തെ എണ്ണയോട് എന്ത് ചെയ്യാറുണ്ട്? താരതമ്യപ്പെടുത്താറുണ്ട്. തൈലക്കൊമ്പുമായിട്ട് ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, തൈലക്കൊമ്പിൻ്റെ അകത്ത് അഭിഷേക തൈലമായിട്ടാണ് വരുന്നത്. ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു വേര് മുളയ്ക്കുമെന്ന് പറഞ്ഞതുപോലെ ഇശായിയുടെ ഭവനത്തിലേക്ക് വന്ന് പൊക്കവും മണ്ണവും നല്ല ഉറപ്പുള്ള വലിയ വലിയ രാജാവാകാൻ ക്വാളിറ്റിയുള്ള സഹോദരന്മാരെ നിർത്തി തമ്പുരാൻ പറഞ്ഞു, അവൻ്റെ പൊക്കമോ വണ്ണമോ നോക്കരുത്, ഞാൻ അവരെ തള്ളിയിരിക്കും. അതിനർത്ഥം ദൈവത്തിന് പൊക്കമുള്ളവരെ വണ്ണമുള്ളവരെ ഇഷ്ടമില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. നിൻ്റെ കണ്ണിൽ മിടുക്കന്മാരായിട്ട് നിനക്ക് തോന്നിയവരൊന്നും അല്ല ഞാൻ കണ്ടിരിക്കുന്നത്. കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ് ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് ആവശ്യം ബലമുള്ളതിനെയല്ല, ബലം എനിക്കുണ്ട്. എനിക്ക് ബലത്തിൻ്റെ ആവശ്യം, യഹോവയ്ക്ക് ബലത്തിൻ്റെ ആവശ്യമില്ല. യഹോവയ്ക്ക് ആവശ്യം ബലഹീനനെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ എന്നെയും തിരഞ്ഞ് പലപ്പോഴും നിങ്ങൾ അയ്യോ ബ്രദറിന് എന്നാ ശക്തി. എൻ്റെ പ്രിയരെ, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും ബലഹീനൻ. അതുകൊണ്ടാണ് ദൈവം എന്നെ ലീഡറാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇപ്പോൾ മനസ്സിലായോ സീക്രട്ട്? ആരെങ്കിലുമൊക്കെ ലീഡറായിക്കഴിഞ്ഞാൽ എന്നാ മനുഷ്യനല്ലേ? അല്ല, നിങ്ങളെക്കാൾ ഏറ്റവും ബലഹീനായതുകൊണ്ട് തമ്പുരാൻ കണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ആ തൈലക്കൊമ്പിൻ്റെ പ്രത്യേകത, ഈ തൈലക്കൊമ്പിനുമായിട്ട് അഭിഷേകത്തെ താരതമ്യപ്പെടുത്താൻ കാരണം ഈ അഭിഷേകം ഒഴിച്ചു കഴിഞ്ഞാൽ തലയിൽ ഒതുങ്ങത്തില്ല. ശ്രദ്ധിച്ചേ, നിൻ്റെ പാനപാത്രമോ നിറഞ്ഞു കവിയുന്നു. അപ്പം ഈ തൈലക്കൊമ്പ് ദാവീദിൻ്റെ തലയിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് മുടിയിൽ തങ്ങി നിൽക്കത്തില്ല, താഴേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. കണ്ടോ? അഹരോൻ്റെ താടിരോമത്തിലൂടെ ഈ അഭിഷേകം താഴേക്കിങ്ങനെ ഒഴുകുമെന്നാണ് പറഞ്ഞ് തലയിൽ വീണത്. ഇതിങ്ങനെ ഒഴുകും. ഇപ്പം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അഭിഷേകം തലയിലേക്ക് വീഴും. ഈ അഭിഷേകത്തെ ഒഴുക്കുമ്പോഴാണ്, ശ്രദ്ധിച്ചോണം, അഭിഷേകത്തെ ഒഴുക്കുമ്പോഴാണ് നിങ്ങളുടെ അഭിഷേകം പ്രസിദ്ധമാകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, തിമോത്തിയോസേ, എൻ്റെ കൈവെപ്പിനാൽ നിൻ്റെ അകത്തുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. നീ പ്രസിദ്ധനാകേണ്ട. കണ്ടോ? നീ പ്രസിദ്ധനാകും, നീ എസ്റ്റാബ്ലിഷ് ആകും ജ്വലിപ്പിക്കുമ്പം. ആമേൻ.
നീ ജ്വലിപ്പിക്കുമ്പോൾ നീ എസ്റ്റാബ്ലിഷ് ആകുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ ദിവസവും നമുക്ക് സൂമിൽ തമ്പുരാൻ നമുക്ക് പ്രയർ തന്നു അല്ലേ, സൂമിൽ. അപ്പോൾ എല്ലാ ദിവസവും ഈ സൂമിൽ കൂടുമ്പോൾ നിങ്ങൾ വചനം പഠിച്ചു, നിങ്ങളുടെ ലൈഫ് വ്യത്യാസം വന്നു. നിങ്ങൾ സാധാരണ നിങ്ങളൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു. അതിൻ്റെ അകത്തും നിങ്ങൾ എല്ലാ ദിവസവും വചനം കേൾക്കുന്ന വ്യക്തിയായിട്ട് ദൈവം നിങ്ങളെ മാറ്റി. ആമേൻ. അങ്ങനെ മാറ്റിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ മാറ്റിയത് കൊണ്ട് നിങ്ങൾ വളരുവാൻ തുടങ്ങി. അന്യഭാഷ ഇന്നലകളിൽ അല്പനേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ എന്നാ സംഭവിച്ചത്? നിങ്ങളുടെ അഭിഷേകം ജ്വലിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ അഭിഷേകം ജ്വലിച്ചാൽ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് നിങ്ങൾ പട്ടണങ്ങളെ, ദേശങ്ങളെ, രാജ്യങ്ങളെ, ബൗണ്ടറികൾ കടന്നു പോകും. നിങ്ങളെ ആവശ്യക്കാർ നിങ്ങളെ തേടി വരും. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോകണേ. നമ്മളിന്ന് അടുത്ത ദിവസങ്ങളിൽ പൗരോഹിത്യ അഭിഷേകത്തെ പറ്റി എടുക്കും. ഹല്ലേലൂയ. കേട്ടെ. അപ്പോൾ ആദ്യം രാജകീയ അഭിഷേകത്തെ പറ്റി പറയേണ്ടത് രാജാവിനെ പോലെ സംസാരിക്കണം. രാജാവിനെ പോലെ. അപ്പം രാജാവ് എങ്ങനെയാണ്? രാജാവ് കൽപ്പിക്കുക അല്ലേ, കൽപ്പിക്കണം. ദാവീദ് പറഞ്ഞു ഞാൻ ഇവനെ തോപ്പിക്കും. കണ്ടോ? പൗലോസ് പറഞ്ഞു ഞങ്ങൾ പിടിച്ചടക്കും. ആ വാക്ക് കണ്ടോ? കൊരിന്ത്യലേഖനത്തിലെ വാക്കും ദാവീദിൻ്റെ വാക്കുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കി. കറക്റ്റ് അല്ലേ പറയുന്നത്? പൗലോസ് പറഞ്ഞോണ്ടോ, ഓ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് വിചാരത്തെയും കർത്താവേ ഇടിക്കണമേ, പിടിക്കണമേ, പിടിച്ചടക്കണമേ എന്നല്ല, ഞങ്ങളതിനെ ഇടിച്ചു കളയും. കണ്ടോ? ഞങ്ങളതിനെ ഈ രോഗം സൗഖ്യമാകും. ഈ പ്രതിസന്ധി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സാക്ഷ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും. കണ്ടോ? കൽപ്പിച്ച് ഇത് പറയുമ്പോൾ രാജകീയ അഭിഷേകം ഒഴുകുവാൻ തുടങ്ങും. ആ വിഷയത്തിൻ്റെ മേലേക്ക് രാജകീയ അഭിഷേകം, ഫെലിസ്ത്യൻ്റെ മേലേക്ക് രാജകീയ അഭിഷേകം വെളിപ്പെട്ടു. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഒറ്റ കല്ലുകൊണ്ട് അവിടെ തകർന്നു വീണു. ഇതാണ് രാജകീയ അഭിഷേകം. ഇതിനെ ജ്വലിപ്പിക്കണം. ഇത് വലിയ പാടാണോ ബ്രദറെ? ഒരു പാടുമില്ല. ഒന്ന് കൽപ്പിക്കാൻ തുടങ്ങി, ഒന്ന് സംസാര രീതിക്ക് ഒരു മാറ്റം വരുന്നെങ്കിൽ. ഏഴയും പുഴുവും പൊടിയാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമല്ലോ, കർത്താവേ ഞാനിപ്പോൾ ഏഴയാണ്. അത് ബൈബിളിൽ ഉണ്ടല്ലോ ബ്രദറെ. ഉണ്ട്. ആ കാലഘട്ടം പഴയ നിയമമായിരുന്നു. പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾ രാജകീയ പൗരോഹിത്യ വർഗമെന്ന് പറയുന്നില്ല. നിങ്ങൾ പൊടിയാന്നാണ് പറയുന്നത്, നിങ്ങൾ ഏഴയാന്നാണ് പറയുന്നത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും. അപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ? അന്ധകാരത്തിൽ നിന്നും. പത്രോസിലെ ലേഖനം, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായി മാറിയിരിക്കുന്നു. അപ്പം ഞാൻ ഏഴയാണോ? അല്ല. പുഴുവാണോ? അല്ല. ഞാൻ പൊടിയാണോ? അല്ല. ഇപ്പം ഞാൻ ആരാ? പൗരോഹിത്യ രാജകീയ വർഗമാണ്. കണ്ടോ? സ്വന്തം ജനമാണ്. അഡ്രസ്സൊക്കെ മാറുന്നത് കണ്ടോ? പക്ഷെ നമ്മളിപ്പോഴും അവിടെ കിടക്കുക, പഴയ അഡ്രസ്സിൽ കിടക്കുക. നമ്മളിപ്പോഴും പഴയ അഡ്രസ്സിലാണ്. ആ കെട്ട് യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രാജാവിനെ പോലെ സംസാരിച്ച്, രാജാവിനെ പോലെ ഒരു നിമിഷം ഒന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ പറ, എന്നോട് എതിർക്കുന്ന ശത്രു യേശു, അത് മനുഷ്യനായിക്കോട്ടെ, പൈശാചിക ശക്തി ആയിക്കോട്ടെ, രോഗശക്തി ആയിക്കോട്ടെ, കടഭാരത്തിൻ്റെ ദുരാത്മാക്കളായിക്കോട്ടെ, കുടുംബത്തിൻ്റെ കലഹത്തിൻ്റെ ദുരാത്മാവായിക്കോട്ടെ, നന്മ ഇന്ന് തുറക്കാതെ വണ്ണം അടയുന്ന ഏതെങ്കിലുമൊക്കെ തടസ്സമായിക്കോട്ടെ, പറ എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ, ഉറക്കെ പറ, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ വിചാരത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ഇടിച്ചു കളയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു, ഓ യേശുവേ, ആരാധന, 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 ആരാധന. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തി വ്യാപരിക്കുന്നല്ലോ, ശക്തി വ്യാപരിക്കുന്നല്ലോ, ശക്തി വ്യാപരിക്കുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ഭവനം കാണിക്കുക. ഒരു വീടിൻ്റെ അകത്ത് ഈ ലൈറ്റ് കളറിലെ ചുവന്ന പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഒരു മുറി, ആ ഒറ്റ മുറി മാത്രം
ലൈറ്റ് കളറിലെ ഒരു റെഡ്, ലൈറ്റ് വൈൻ റെഡ് എന്ന് പറഞ്ഞാൽ കടും ചുമപ്പല്ല, ഒരു റെഡ് പോലെ ഞാൻ കാണുന്നത്. റെഡ് കളറുള്ള ആ ടൈപ്പ് കളറുള്ള ഒരു എന്താ പറയുന്നത്, ഒരു പെയിൻറ്റ് ഒരു മുറിയിൽ മാത്രം അടിച്ചിരിക്കുന്ന ഒരു ഭവനം കാണിക്കുന്നു. സെപ്റ്റംബർ എന്നുള്ളൊരു മാസം ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. സെപ്റ്റംബർ എന്നൊരു മാസം. ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ, ഇപ്പം ഞാൻ ആ ഭവനത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവുക. ഓ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഒരു നിമിഷം ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നാളെ മുതൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നമ്മുടെ 9:40 നമ്മുടെ പ്രാർത്ഥന ഇന്നാളത്തെ പോലെ ലോക്ക് ചെയ്യും. അനാവശ്യമായിട്ടുള്ള ആളുകൾ, ഇതുപോലുള്ള ഈ സംഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ വരാതിരിക്കാൻ ഈ മീറ്റിംഗ് ലോക്ക് ചെയ്യും. അതിന് മുമ്പ് ചാടി കയറിക്കോണം. അതിന് ശേഷം വന്ന് ബ്രദറെ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് അയച്ച് എനിക്ക് നോക്കാൻ പറ്റത്തില്ല. പിന്നീട് പ്രെയർ കഴിയുമ്പോഴേ മെസ്സേജ് കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ലിങ്ക് ഉപയോഗിക്കുക. യൂട്യൂബിൽ കാണുന്നവർക്കും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് കയറുക. ശ്രദ്ധിച്ചോണേ. ആമേൻ. ഈ കുടുംബം ഏതാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഈ അടയാളമുള്ള ഈ ഒരു കുടുംബം, ഈ പെയിൻറ്റ് ഒരു മുറിയിൽ വച്ചിരിക്കുന്ന കുടുംബം ഏതാണോ, ഇന്ന് ആ ഭവനം കർത്താവ് ഒരു അടയാളം കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു റൂം റെഡാണ് പെയിന്റ് ചെയ്തേക്കുന്നത്. മോടെ ബർത്ത്ഡേ സെപ്റ്റംബറിലാണ്. അപ്പൊ മോക്ക് ഇങ്ങനെ ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ട്. ഞാനിപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ ലിസ്റ്റ് കേട്ടെ. നമ്മളിന്ന് പറഞ്ഞ വാക്യം മറന്നു പോകരുത്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് വിചാരം. അപ്പം ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്തുവാ? രോഗസൗഖ്യമാണ്. ടൈപ്പ് 1 ഡയബറ്റിക് ലോകം പറയുന്ന നോർമലാണ്, മിക്കവർക്കും വരും. പക്ഷേ ദൈവവചനത്തിന് വിരോധമായത്, വിരോധം എന്ന് പറയാൻ കാര്യം യേശുവിൽ ആരോഗ്യമാണ്. ടൈപ്പ് 1 യേശുവിൻ്റെ നാമത്തിൽ വരുമെന്ന് ബൈബിളിൽ പറയുന്നില്ല. പകരം യേശുവിൻ്റെ അടിപ്പിടരാൾ ഇന്ന് മോളോട് പറ, നീ ടൈപ്പ് 1 പാട്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് പറ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് കർത്താവ് എന്ന കുടുംബത്തെ ഇടപെടുക കേട്ടോ. ഇന്ന് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ആ ഭവനത്തിൻ്റെ അകത്തുകൊണ്ട് ഞാൻ നിൽക്കും. ആ മുറി ആരാ സിസ്റ്റർ ഉപയോഗിക്കുന്നത്? ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നത്. ആ മുറിക്കകത്ത് ജോലി ചെയ്യുന്നത്? അതെ അതെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സെപ്റ്റംബറിൽ ജനിച്ച ആ വ്യക്തിക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ഏറ്റെടുത്തു. കർത്താവെ, ഞങ്ങൾ ഈ പ്രവചന ആലോചനയുടെ കുടുംബത്തിൽ ആ മോളെ വിടുവിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ആ ഡയബറ്റിക്കിൻ്റെ ശക്തിയെ എല്ലാ ദിവസവും അത് എപ്പോഴാണ് പറയുന്നത്, അത് കാണുന്നത് വരെ പറയണം. യേശുവിൻ്റെ അടിപ്പിണരാൽ ടൈപ്പ് 1 ഡയബറ്റിക്, അതിൻ്റെ പുതിയ സിസ്റ്റം, അതിൻ്റെ പുതിയ ഇൻസുലിൻ സിസ്റ്റം, പുതിയ കർത്താവെ അതിൻ്റെ എന്താണോ അതിൻ്റെ രോഗത്തിന് കാരണമായത് നമുക്കറിയണ്ട. എന്നാൽ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. കൽപ്പിച്ചോണം. രാജകീയ അഭിഷേകത്തെ കൽപ്പിച്ച് എടുത്തോണം. രാജാവിൻ്റെ അഭിഷേകത്തെ വാഴുന്ന രോഗത്തിൻ്റെ മേൽ വാഴുന്ന അഭിഷേകമാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു സിസ്റ്ററെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് തമ്പുരാൻ പറഞ്ഞത് ഏലിയാമ എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഭവനമാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിൻ്റെ ഒരു കോണിൽ ഒരു പ്ലാവ് മരം നിൽക്കുന്ന ഒരു ഭവനമാണ്. ഞാൻ ഈ പ്ലാവ് മരം പറയാൻ കാരണം, ആ പ്ലാവ് മരത്തിൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഒരു വ്യക്തിയോട് വർത്താനം പറഞ്ഞ്, നിങ്ങൾ വർത്താനം പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു തലമുറയുടെ വിഷയത്തെപ്പറ്റി ആ പറഞ്ഞ വ്യക്തിയോട് ഷെയർ ചെയ്ത ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഏലിയാം എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനം ഏതാണോ, ഇനി ആരോടും നിങ്ങളുടെ തലമുറയുടെ വിഷയങ്ങളെ പറയണ്ട. നിങ്ങൾ ഭാരം ദൈവത്തിന് കൊടുക്കുക. ഇന്ന് ആ കുടുംബം ഏതാണോ, ആ വ്യക്തി ഏതാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏലിയാം എന്ന് പറഞ്ഞൊരു മാതാവിൻ്റെ ഭവനമാണ്. ഞാൻ ഈ മാതാവിൻ്റെ ഭവനം എടുത്ത് പറയാൻ കാരണം, ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പിതാക്കന്മാരുടെ കാലം മുതലേ കയറിക്കൂടിയ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ തലമുറകളിലേക്കും ബാധിക്കാൻ നോക്കിയതിന് ഇപ്പോൾ വെട്ടുക. ആരാന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആലോചന പറഞ്ഞു. സിസ്റ്ററെ, ബ്രദറെ, എന്റെ മമ്മിയുടെ പേരാ ഏലിയാമ്മ. ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ പ്ലാവ് ഉണ്ട്. സിസ്റ്ററുടെ ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്റർ കേട്ട അടയാളമെല്ലാം. അതെ. കുടുംബത്തിൽ ആരെ ഓർത്ത് സിസ്റ്റർ ഭാരപ്പെടുന്നത്? എന്റെ ബ്രദറിന്റെ കുഞ്ഞിനെ ഓർത്ത്. യേശുവിന്റെ നാമത്തിൽ ഇന്നിനി ആരോടും ആ വിഷയം പറഞ്ഞ് ഭാരപ്പെടേണ്ട. കർത്താവ് സ്പർശിക്കുക കേട്ടോ. തമ്പുരാന്റെ കൃപ വ്യാപരിക്ക്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ
കർത്താവെ, ഇന്ന് ആ തലമുറയെ ഞങ്ങളിന്ന് കൽപ്പിക്കുന്നപ്പോൾ ദുഷ്ടപിശാശെ നിൻ്റെ ദൃഷ്ടി വിട്ട് ഇപ്പോൾ തന്നെ ആത്മാവിൽ അതിനെ വെട്ടിവിടുന്നപ്പോൾ എല്ലാവരും രാജകീയ അഭിഷേകത്തെ ഒന്ന് ഉപയോഗിച്ച് ആ രാജാക്കന്മാർ രാജകീയ അഭിഷേകത്തെ ഒന്ന് ഉപയോഗിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഈ ഫെലിസ്ത്യനെ ഞാൻ തകർക്കും. കണ്ടോ, പൗലോസ് പറഞ്ഞു, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് വിചാരത്തെയും പിടിച്ചടക്കും. ഓ ഹല്ലേലൂയ! ഇപ്പോൾ തന്നെ തലമുറയ്ക്ക് മേൽ വെല്ലുവിളിയാൻ നിൽക്കുന്ന ദുഷ്ടപിശാചെ ആ രോഗശക്തിയെ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. സിസ്റ്റർ ആമേൻ പറഞ്ഞു സ്വീകരിച്ചു, യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയങ്ങോട്ട് പെരുകട്ടെ. ഓ ഹല്ലേലൂയ! കർത്താവ്, എന്നെ ഒരു ഭവനം ദൈവം എന്നെ കാണിക്കുക. അത് ഞാൻ കാണുന്നതിൻ്റെ കാര്യം, ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ വാതിക്കെ ഞാനിങ്ങനെ നിൽക്കുക ഒരു കാഴ്ച. അതിൻ്റെ റൈറ്റ് സൈഡിലെ ഈ അതിന് പറഞ്ഞത് പേരെന്തുവാ, ഷെൽഫല്ലോ, ആ ഒരു ഷെയ്ഡ്, വലതുവശത്തെ ഷെയ്ഡ് അതിങ്ങനെ ഇടിഞ്ഞിരിക്കുക. അതിൻ്റെ അർത്ഥം അത് ഫിനിഷ് ചെയ്തിട്ടില്ല, അതിങ്ങനെ തകർന്ന് കിടക്കുക. അത് എന്തോ കാരണത്താൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതാണോ, അത് തകർന്ന് കിടക്കുക. അതിൻ്റെ അർത്ഥം പൂർണ്ണമല്ല. അത് റൈറ്റ് സൈഡ്, അതായത് വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ, വീടിൻ്റെ അകത്തോട്ട് കയറാതെ ആ നടയെ നിൽക്കുമ്പം, ആ നടയ്ക്ക് മുമ്പായിട്ട് നിൽക്കുമ്പം റൈറ്റ് സൈഡിലെ ആ ഒരു എന്താ പറഞ്ഞത്, ആ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ റൈറ്റ് സൈഡിലെ സംഭവം അത് ഫിനിഷ് ആയിട്ടില്ല. ഈ ലൈറ്റ് കളറിലെ വൈറ്റ് പെയിൻ്റാണ്, അതായത് ഒത്തിരി കളർ വൈറ്റ് അല്ല, അങ്ങനത്തെ ഒരു വൈറ്റ് പെയിൻ്റാണ് ആ ഭവനത്തിൻ്റെ അകത്ത് അടിച്ചിരിക്കുന്നത്. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ റൗണ്ട് ഷേപ്പിൽ ഒരു ചെയർ ആ വീടിൻ്റെ വാതിൽക്ക് അകത്ത് കിടപ്പുണ്ട്. ഓ യേശുവേ, ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുവാണ്. മറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്തൊരു വരവ്, ആ കുടുംബത്തിൽ നിന്നൊരു വ്യക്തി വരുന്നൊരു വരവ് ഞാൻ കാണുവാണേ. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ തമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള കുറവ് എന്ന് പറഞ്ഞ് നിങ്ങളിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് കളഞ്ഞ് ദൈവം നിങ്ങൾക്ക് പുഷ്ടി തരാൻ വേണ്ടി പോവുക. ഓ യേശുവേ, ഈ ഭവനം ഏത് അടയാളമാണോ ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത്, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ഭവനം സ്വീകരിച്ച് ആമേൻ പറഞ്ഞ് ആലോചന സ്വീകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഏത് ഭവനമാണോ ഈ വിഷയത്തിലൂടെ കടന്നു പോകുന്നത്, കർത്താവിൻ്റെ കൃപ പെരുകാൻ വേണ്ടി പോവുക. ഓ യേശുവേ, ദൈവം നിങ്ങളുടെ അവസ്ഥകളെ ഇന്ന് മാറ്റാൻ വേണ്ടി പോവുക. കർത്താവിൻ്റെ കൃപ ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവുക. ഓ ഹല്ലേലൂയ! എൻ്റെ യേശുവേ, അങ്ങയുടെ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട ആൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഭവനങ്ങളുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി കർത്താവി, നന്ദി കർത്താവി. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ബ്രദറെ, ഞാൻ ഈ ആലോചന ഏറ്റെടുക്കുന്നു. ആ സെയിം അടയാളങ്ങൾ തന്നെയാണ് എൻ്റെ വീട്ടിലും. എൻ്റെ അമ്മയുടെ പേര് മറിയ എന്നാണ്. ഓ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് തമ്പുരാൻ അഴിച്ചു പണിയാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു കേട്ടോ. ആ പ്രവചന ആലോചന അങ്ങ് സീൽ ചെയ്തു. യേശുവിൻ്റെ അധികാരമുള്ള ഹോസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണവേ, അവർ സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവർക്ക് അവസരം കൊടുക്കണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ്, ഞാനൊരു ഭവനം കാണുക. ഞാൻ ആ ഭവനത്തിൽ കാർത്തിക എന്ന് പറയുന്നൊരു പേര് എൻ്റെ ഉള്ളത്തെ തമ്പുരാൻ കാണിക്കുക. ഈ കാർത്തികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞൊരു മാസം ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കാണുക. ഈ പേരും ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തി ഏതാണോ ആ ഭവനത്തിൻ്റെ അകത്തുനിന്ന് രോഗശക്തികൾ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഓ ഈ മാസം ഈ പറയുന്ന ഓഗസ്റ്റുമായിട്ട് എന്തോ ഒരു റിലേഷൻ ആ കുടുംബത്തിന് നന്നായിട്ടുണ്ട്. ഓ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഇന്ന് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നപ്പ ഹോളി സ്പിരിറ്റ് കർത്താവ്, ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ആ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഇന്ന് സ്വാതന്ത്ര്യമുള്ളവരാണെങ്കിൽ ഇന്നതിൻ്റെ അകത്ത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഭവനത്തിൻ്റെ മേൽ വ്യാപരിക്കാൻ വേണ്ടി പോകും. ഓ യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ആമേൻ പറഞ്ഞതിനെ ഊട്ടി ഉറപ്പിച്ചോണേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. നന്ദി യേശുവേ. ബ്രദർ, എൻ്റെ അടുത്തിന്റെ പേര് കാർത്തിക എന്നാണ്. മോള് ഓഗസ്റ്റിലാണ്.
ഓ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ കേട്ടോ. അവരിപ്പോ ഇല്ല, കാർത്തിക ഇപ്പൊ ഇല്ല. ഇല്ല, ആ ഭവനം ഇപ്പോൾ അവിടെയുണ്ട്. ഈ പറയുന്ന ഭവനവും ഉണ്ട്, ഭവനത്തില് ഇപ്പൊ രോഗമാണ്. ഈ ഓഗസ്റ്റ് ജനിച്ച ആളാരാ ഭവനത്തിൽ? അവരെ മോള്, മൂത്ത മോള. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടോ. ആ കുടുംബത്തിൻ്റെ അകത്തുനിന്നും രോഗശക്തികൾ വിട്ടുമാറുക. അതെ, രോഗിയായിട്ട് 2 കൊല്ലമായി ഭർത്താവ് കിടക്കുന്ന അവിടെ. ഓ, ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ. പറയണം, മകളെ ബലപ്പെടുത്തിക്കൊണ്ട് യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ആ ബന്ധനങ്ങളെ അഴിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് നമ്മുടെ പഴയ കാലത്ത് ജീപ്പുണ്ടല്ലോ, ആ ജീപ്പിനോട് ചേർന്ന് ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമുള്ള ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്താണ് ഇപ്പോൾ കാണുന്നത്. അതായത് ആ ഒരു ഭവനത്തിൻ്റെ അകത്തൊരു ജീപ്പിൻ്റെ അടുത്ത് കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമുള്ള ഒരു ഭവനം. ഇച്ചിരി പഴക്കമുള്ള ചിത്രമാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് ദൈവാത്മാവിനൊരു വാക്ക് പറയുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവുക. ഞാനൊരു സാലി എന്ന് പറയുന്ന ഒരു പേര് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കാണുക. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ ചിത്രമടങ്ങുന്ന അടയാളമുള്ള ഭവനം ഏതാണോ, ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അടയാളമുള്ള ഭവനം സ്വീകരിച്ചോണം. ആ കുടുംബത്തിൻ്റെ മേൽ നിന്ദകൾ ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി പോവുക. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വീര്യപ്രവൃത്തി അവിടെ സംഭവിക്കുന്നല്ലോ, അങ്ങയുടെ അത്ഭുതം അവിടെ സംഭവിക്കുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ദുഷ്ടൻ്റെ ആശ നശിക്കും കേട്ടോ. അവൻ പല്ല് കടിച്ച് ഉരുകും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നു. ആരാണോ ആ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടത്, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുത കരം എന്നവിടെ വെളിപ്പെടുന്നു. ഓ യേശു. ബ്രദർ സാലി എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററാണ്, എന്റെ ക്ലാസ്മേറ്റിന്റെ സിസ്റ്ററാണ്. അവള് ഇത്തിരി മെന്റലി റിട്ടാർഡഡ് ആണ്. കാലൊക്കെ ഇത്തിരി ചരിഞ്ഞ, ശരിക്കും നടക്കാൻ പറ്റില്ല. എന്നാ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഈ ഒരു അടയാളം ആ ഭവനത്തിൽ ഉണ്ടെന്ന് ചോദിക്കണം കേട്ടോ. ഈ ഫോട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുകയാണ്. ഓ യേശുവേ, ഇന്ന് തടസ്സങ്ങളെ വെട്ടി നീക്കി ദൈവാത്മാവ് ഭവനങ്ങളെ പുറത്തെടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രതിസന്ധികൾക്കകത്തുനിന്നും ദൈവം നിങ്ങളെ വിടിവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ ആരാധന, ഓ യേശുവേ ആരാധന. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഞാനൊരു ഒരു 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 ഈ ഒരു ഈ ഓവൽ ഷേപ്പിലുള്ള ഒരു ട്രോഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ട്രോഫി അല്ല. നമ്മുടെ സാധാരണ ട്രോഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനൊരു പ്രത്യേക ഓവൽ ഷേപ്പുണ്ട്, അതിൻ്റെ അടിവശമൊക്കെ നമുക്കറിയാം. ഇത് അങ്ങനത്തെ അല്ല. ഇത് നീണ്ട് പൊക്കമുള്ള അതായത് താഴേന്ന് പൊക്കമുള്ള മൂടുവശം കൂർത്ത്, അതായത് നമ്മുടെ സാധാരണ ട്രോഫി അല്ല. ഇത് ഒരു മരത്തടിയെ ചെയ്തിരിക്കുന്നത് പോലെ, പക്ഷേ മരത്തടിയാണെന്ന് എനിക്ക് അറിയത്തില്ല, അതുപോലെ നീണ്ടിരിക്കുന്ന അതിൻ്റെ അകത്ത് ഒരു കൊടുത്ത ആളുകളുടെ ആ ഒരു സംഭവത്തെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ട്രോഫി. ആ ട്രോഫി എന്ന് പറഞ്ഞാൽ അത് മൊമെൻറ്റോ പോലെ ഇരിക്കുന്നത്, അത് തന്നെ മൊമെൻറ്റോ പോലെ ട്രോഫി, അത് തന്നെയാണ് മൊമെൻറ്റോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിങ്ങനെ നീണ്ട് പൊക്കമുള്ളതാണ്. അത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ആ സ്ഥലത്ത് അത് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ പറയുന്ന ജോർജിൻ്റെ ഭവനത്തെ ദൈവം എന്ന് വിടിവിക്കും. ഇതൊരു അടയാളം കാണിക്കുന്നു. ആ ജോർജിൻ്റെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇന്ന് ആ ഭവനം, ഈ അടയാളമുള്ള ഭവനം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ആ ഭവനത്തിൻ്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ അടയാളവുമായിട്ട് ബന്ധപ്പെട്ട പേരുമായി ബന്ധപ്പെട്ട ഭവനം അതേതാണോ, യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ
ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. വലിയ അത്ഭുതം ഇന്ന് അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഞങ്ങളുടെ കൃപ ഇന്നവിടെ പെരുകുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ രോഗികളായി ഭാരപ്പെടുന്നവർ, വേദനകളായി ഭാരപ്പെടുന്നു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ സമയം നമുക്ക് മുന്നോട്ട് പോകുന്നു. 27-ാം തീയതി കണ്ണൂർ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു, അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നു. ശനിയാഴ്ചയാണ്. നിങ്ങൾക്ക് അതിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ. അത് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹം തുടർമാനമായിട്ട് ഈ എല്ലാ സ്ഥലങ്ങളിലും പ്രയർ സ്റ്റേഷൻ, നമ്മുടെ ആഗ്രഹമല്ല ദൈവത്തിൻ്റെ പ്ലാൻ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ആളുകളുടെ വലിപ്പത്തേക്കാൾ ഉപരി എരിവുള്ള ജനം, തീഷ്ണതയുള്ള ജനം. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് വിദേശിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ ഇതിൻ്റെ അകത്ത് ഒത്തുചേരുക. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുമല്ല, നിർബന്ധിക്കുന്നു. കാര്യം പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ വിട്ടുകളയല്ലേ. ദൈവത്തിൻ്റെ സേനയാണ് നമ്മൾ. തമ്പുരാന് വേണ്ടി പടയൊരുക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ബ്രദർ, എനിക്ക് വണ്ടിക്കൂലി മുടക്കി അത്രയും വരുന്ന നഷ്ടമാണ്. എൻ്റെ പ്രിയരെ, തമ്പുരാൻ്റെ നാമത്തിൽ ചെയ്താൽ ഇരട്ടി കിട്ടും. ഇതൊരു വിതയാണ്. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ അതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ ഏപ്രിൽ മാസം, മാർച്ച് മുതൽ നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നു. അതുകൊണ്ട് ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ജനുവരി മുതൽ നമ്മൾ ഓഡിറ്റോറിയങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കുന്നു. അതിനുവേണ്ടി വിതയ്ക്കുക, കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക. എനിക്ക് ലഭിക്കുന്ന അവസരമാണ് ഈ വിത. സുവിശേഷ വേലയ്ക്ക് സ്ക്രീനിൽ നിന്ന് കാണാൻ പറ്റും. മുന്നോട്ട് വിതച്ചവരെയും വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാരി വിതറി കൊടുക്കുവാൻ നന്മ തരും. വായ്പ മേടിക്കത്തില്ല കേട്ടോ. ഞാൻ ബ്ലസ് ചെയ്യുന്ന പറ, ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാം ഒരു ശേഷിപ്പ് മാറ്റിവെച്ച് ജോലിക്കകത്ത്, ബ്രദറെ, എനിക്ക് ചിലർ പറയും, ബ്രദറെ ഞാൻ കിട്ടിയിട്ട് കൊടുക്കാം. എൻ്റെ പ്രിയരെ, ശേഷിപ്പ് മാറ്റിവെക്ക്, തന്നെ നന്മ വരും. കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുന്നുള്ള പരിപാടിയല്ല. ദൈവം എനിക്ക് തന്നതാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ ശേഷിപ്പ് മാറ്റി വെക്കുമ്പോൾ ബൈബിൾ പറയുന്നത് ഞാൻ വിതയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ വായിൽ വാരി വിതറി കൊടുക്കും. നിവർത്താനം പറയുന്നു, ഞാൻ ദൈവത്തിൽ നിന്നും വാങ്ങി അങ്ങയ്ക്ക് തരുന്നതാണ്. നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. രോഗികളായി വേദനകൾ ശരീരത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ട്? ശരീരത്തിൽ ബ്രദറെ, എനിക്കൊരു വേദനയുണ്ട്, എനിക്കൊരു രോഗത്താൽ ഞാൻ ഭാരപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞേ, ഉറക്കെ പറഞ്ഞു. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓ യേശുവേ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. കർത്താവിന് നാളെ ഒരു കാര്യം പറയാൻ വേണ്ടി, നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലല്ല, യൂട്യൂബിലായിരിക്കും. അതുകൊണ്ട് നാളെ നമുക്ക് സൂമിൽ പ്രാർത്ഥന കാണത്തില്ല, നാളെ യൂട്യൂബിലായിരിക്കും. കാര്യം ഞാനൊരു യാത്രയിലാണ്, ഒരു പ്രയറിന് ഇവിടെ പോവാണ്. അപ്പോൾ ഞാനൊരു യാത്രയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൂം കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ യൂട്യൂബിലുണ്ട് പ്രയർ. സെയിം ടൈം ഇതേ സമയം തന്നെ യൂട്യൂബിൽ ആ പ്രാർത്ഥനയിൽ കൈക്കൊള്ളുക. ദൈവം വചനത്താലും ആലോചനയാലും പ്രാർത്ഥനയാലും അത്ഭുതത്താലും ദൈവം ബലപ്പെടുത്തും. ആ രോഗത്താൽ ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച് യേശുവേ പറഞ്ഞു, യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. ഉറക്കെ പറ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ നമ്മളിപ്പോൾ പിടിച്ചടക്കാൻ വേണ്ടി പോവാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പിടിച്ചടക്കാൻ വേണ്ടി പോവാ. രോഗത്തെ പിടിക്കാൻ പോവാ, ആ വേദനയെ പിടിച്ചടക്കാൻ. ഒന്നു രാജാവിനെ പോലെ സംസാരിച്ച് രാജകീയ അഭിഷേകത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പിടിച്ചടക്കാൻ വേണ്ടി പോവുക. പറ, യേശുവിന്റെ രോഗത്തെ വഹിച്ചു. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ വിചാരങ്ങളെയും ഓ യേശുവേ, ഓ ഷാഖന റാസകെറ്റേരിയാന്തിരി അർത്തിയാന ശംദഹസിയാന്തിരിയ റിയ ഷക്കേരിയ ലബേരിയ റമേക്കേസിയ. യേശുവിന്റെ രോഗത്തെ വഹിച്ചു, കർത്താവിന്റെ വേദനകളെ ചുമന്നു, കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഓറിഖലല ശമഖാന സിംഗനാലിയാതിരി പറഞ്ഞേ, യേശുവിന്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് രോഗത്തിനോ ഡയബറ്റിക് ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, ശരീരത്തിന്റെ അകത്ത് അസ്ഥിര രോഗമായിക്കോട്ടെ,
ബാക്ക് പെയിൻ ആയിക്കോട്ടെ, ബോൺ പെയിൻ ആയിക്കോട്ടെ, ഏത് പെയിൻ ആയിക്കോട്ടെ, ഉയരാത്ത കൈ ആയിക്കോട്ടെ, കർത്താവെ ചലിക്കാത്ത കാലായിക്കോട്ടെ, നടക്കാൻ കഴിയാത്ത അവസ്ഥയായിക്കോട്ടെ, മിണ്ടാൻ കഴിയാത്ത അവസ്ഥയായിക്കോട്ടെ, കാണാൻ പറ്റാത്ത മങ്ങലായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു. ഇന്നിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നു, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന വചനങ്ങൾ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ഓ യേശുവേ, ഓ കർത്താവേ, ഇന്നെല്ലാവരും ഈ വചനം കണ്ടുകൊണ്ട് പറഞ്ഞോട്ടെ, യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, യേശു എൻ്റെ വേദനകളെ ചുമന്നു, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ. ഓ ശാധന, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിന് മേൽ തീ കത്തുക. ഓ യേശുവേ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുക, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുക, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ വേദനകൾ വേരോടെ പിരിഞ്ഞു പോവുക. ആ കടഭാരം കൊണ്ടൊരു ദുരാത്മാക്കൾ ഇപ്പോൾ വിട്ടുപോകുക. മിറക്കിൾ മണി തുറക്കുക, മിറക്കിൾ മണി തുറക്കുക. യേശുവിന്റെ നാമം. ഞെരുക്കന്മാർ വർദ്ധിക്കും, എടുക്കും തോറും വർദ്ധിക്കും, എടുക്കും തോറും എൻ്റെ കലത്തിലെ മാവ് വർദ്ധിക്കും, എൻ്റെ കലത്തിലെ നന്മ വർദ്ധിക്കും, എൻ്റെ പേഴ്സിൽ വർദ്ധിക്കും, എൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല, ഞാൻ വാരി വിതറി കൊടുക്കും. എൻ്റെ പൈസ ഹോസ്പിറ്റലിൽ നഷ്ടപ്പെട്ടു പോകത്തില്ല, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. ഓ യേശുവേ, എനിക്ക് ഭവനങ്ങൾ തരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നന്മയെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ, ആ രോഗസൗഖ്യത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ, രാജകീയ അഭിഷേകത്തിൽ നിന്നുകൊണ്ട്, പൗരോഹിത്യ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുന്നപ്പ. ഒന്ന് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ അടിപ്പിണരാൾ സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആ വേദന വിട്ടുമാറുക, ആ വേദനകൾ പൂർണ്ണ സൗഖ്യമാകുക. അല്പമല്ല, പൂർണ്ണ മുഴകൾ ശരീരത്തിൽ നിന്ന് അപ്രതീക്ഷമാകുക. ആ അസ്ഥിയുടെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണ നടുവിൻ്റെ വേദന പൂർണ്ണ സൗഖ്യമാണ്. അസ്ഥിയുടെ വളവുകൾ നേരെയാകുക. നടക്കാൻ പറ്റാത്തവർ ചാടാൻ വേണ്ടി പോവുക. കാഴ്ചയുടെ മങ്ങലുള്ളവർ കണ്ണാടി മാറ്റി, കണ്ണാടി ഇല്ലാതെ പുസ്തകം വായിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ കേൾവിയുടെ വർധനവുണ്ടാകുകയോ, ഊമർ സംസാരിക്കുക, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഇന്ന് രോഗശക്തിയായ ഭൂതങ്ങളെ, രോഗത്തിൻ്റെ ദുരാത്മാക്കളെ, രോഗശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഇറങ്ങിപ്പോ ശരീരത്തിൽ നിന്ന്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഇപ്പം ആ രോഗമുണ്ടെന്ന് കുറച്ചു മുമ്പേ പറഞ്ഞവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക, ഒന്ന് ചെക്ക് ചെയ്തേ, ആ വേദനകളൊന്ന് ചെക്ക് ചെയ്തേ, ശരീരത്തിൻ്റെ അകത്ത് എന്താണോ വ്യത്യാസം ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക, അവർ മാത്രം മ്യൂട്ട് മാറ്റിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണ് നിങ്ങളിലുണ്ടായ വ്യത്യാസം, പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞ്. ആ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? അവർ മാത്രം മ്യൂട്ട് മാറ്റിക്കും. വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ മാത്രം ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്, എന്നാലും അറിയാൻ പറ്റത്തുള്ളൂ ആര് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചതിന് ശേഷം എന്നാ പറ്റിയത് ഒന്ന് നോക്കിയേ. ഉറക്കെ പറ, പ്രാർത്ഥിച്ചതിന് ശേഷം എന്നാ പറ്റി, എന്നാ വ്യത്യാസം? അയ്യോ പോരാ, ആശ്വാസമുള്ളവർ കൈവച്ച് കൽപ്പിച്ച് ഇതിന് ശേഷം ഞാൻ ചോദിക്കും അടുത്ത വ്യത്യാസം. അടുത്തത് പ്രാർത്ഥിച്ച ശേഷം എന്നാ പറ്റിയത്? എന്നാ പറ്റിയതായിരുന്നു സിസ്റ്ററെ? നടുവേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? വേദന കുറച്ചു കുറവല്ല, കൈവച്ച് പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം, പൂർണ്ണ സൗഖ്യം. ഹലോ ബ്രദറെ. പറഞ്ഞു ബ്രദറെ, എനിക്ക് കഴുത്ത് രാവിലെ ഒന്ന് ഉളുക്കിയായിരുന്നു. അപ്പൊ എനിക്ക് തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും. പെയിനും ഉണ്ടായിരുന്നു. പെയിൻ ഇപ്പൊ കുറവുണ്ട്, ചെറുതായിട്ട്, ഫുള്ളി പോയില്ല. പക്ഷെ കഴുത്ത് നല്ലോണം ഇപ്പൊ തിരിക്കാൻ പറ്റും. ഫുള്ള് പോയതാണോ കുറവുണ്ടെന്നാണോ? രണ്ടും കൂടെ ഒരുമിച്ച് സിസ്റ്റർ പറഞ്ഞു. വേദനയ്ക്ക് കുറവുണ്ട്, പക്ഷെ കഴുത്ത് നല്ലോണം ഫുള്ളി തിരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കഴുത്തിനൊരു കുഴപ്പമില്ല, തിരിക്കാൻ പറ്റുന്നുണ്ട്. കഴുത്ത് തിരിക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ വേദന പറ, വേദന നിനക്ക് എന്റെ സാധനം എന്ന് പറ. കഴുത്ത് മാറിയെങ്കിൽ വേദനയെ മാറിയേ പറ്റത്തുള്ളൂ. ഇതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് കൈ വെച്ച് പറഞ്ഞ് എൻ്റെ കഴുത്ത് സൗഖ്യമാക്കി യേശു, ആ വേദനയും സൗഖ്യമാക്കി. ഇപ്പം ഞാൻ ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് സാക്ഷ്യം പറയും. കൽപ്പിച്ച് ഇതിന് ശേഷം ഞാൻ ചോദിക്കും കേട്ടോ. കൽപ്പിച്ച സിസ്റ്റർ. അടുത്തയാള് ഒന്ന് ചെക്ക് ചെയ്ത്. പ്രാർത്ഥിച്ചവർ മാത്രം മ്യൂട്ടുകളെ മാറ്റി
പ്രാർത്ഥിച്ചവർ മാത്രം. എന്താണോ നിങ്ങളുടെ വ്യത്യാസം ഒന്ന് ചെക്ക് ചെയ്തേ. ഒരു മടുപ്പുമില്ല. ആ, എനിക്ക് സൗഖ്യം കിട്ടി. എന്നാ പറ്റിയതായിരുന്നു? ഇതെല്ലാവരും ഒരുമിച്ച് സംസാരിച്ച കിട്ടത്തില്ല. എന്ത് പറ്റിയതായിരുന്നു? സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ സഹോദരി, എന്ത് പറ്റിയതായിരുന്നു? നേർവ് കംപ്രഷനായി. നെർവ് കംപ്രഷൻ ആയിരുന്നു. കേൾക്കുന്നില്ല. നട്ടല് വേദനയായി വളരെ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സൗഖ്യമായി. സൗഖ്യമായി. എത്ര നാള് സിസ്റ്ററെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? വർഷങ്ങളായതാ. നിങ്ങൾ കേട്ടെ, വർഷങ്ങളായിട്ടുള്ള വേദന മാറിയ ആൾ ഇങ്ങനെയാണോ പറയുന്നത്? ആമേൻ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എത്ര വർഷമായിട്ട് സിസ്റ്റർ ആ നെർവ് കംപ്രഷൻ ആയിരുന്നു? 6-7 വർഷമായതാ. കണ്ടോ, നിങ്ങൾ കേട്ടെ, 6-7 വർഷമായിട്ടുള്ള നെർവിൻ്റെ കംപ്രഷൻ ഉണ്ടായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം അവിടെ പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ വേദന ഉണ്ടായിരുന്നു. ഇപ്പം വേദന അവിടെ ഇല്ല. ഓ, യേശു തൊട്ടു. കർത്താവ് ഞങ്ങളുടെ ആമേൻ. കർത്താവ് അത്ഭുത സൗഖ്യത്തെ നിങ്ങൾ കേട്ടെ, 6-7 വർഷമായിട്ട് നെർവ് കംപ്രഷൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു, വേദനയായിരുന്നു. എന്നാൽ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ യേശു തൊട്ടു, പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഓ യേശുവേ, ധൈര്യത്തോടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട. ദൈവത്തെ ഉയർത്തുവാൻ ലഭിക്കുന്ന ഒരു അവസരമാണ്. യേശു 10 കുഷ്ഠരോഗികൾ സൗഖ്യമായപ്പോൾ ഒരുവൻ മടങ്ങി വന്നിട്ട് 9 പേര് വീട്ടിൽ പോയപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ നന്ദി എന്ന് പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, ദൈവസന്നിധിയിൽ നിങ്ങൾ നന്ദിയുള്ളവരാണ്. നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ചെക്ക് ചെയ്തേ. പ്രാർത്ഥിച്ച ആൾക്കാർ മാത്രം ഒന്ന് ചെക്ക് ചെയ്തേ. എന്തായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ വ്യത്യാസം? പ്രാർത്ഥിച്ചപ്പോൾ എന്നാ പറ്റി? തരിപ്പും വേദനയും കൂടി. പ്രാർത്ഥിച്ചപ്പോൾ കൂടുന്നത് ഒരു സൈനല്ല. കൈവച്ച് എന്നിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടത്തില്ല, പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യമാണെന്ന് പറ കേട്ടോ. കൽപ്പിച്ചു, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് മനസ്സിൻ്റെ അകത്ത് പോരാടുന്ന ആ രോഗത്തിൻ്റെ ചിന്തകളെ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. ഇനി മേലാൽ ആ ബുദ്ധിമുട്ട് വരത്തില്ല. ക്യാൻസൽ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ. സൗഖ്യമായെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് ചെക്ക് ചെയ്തേ. കർത്താവ് എനിക്ക് വേണ്ടി അവിടെ ഒരു പ്രഭാവം നിന്ന് തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ എന്താണ് ആ വേദന. ഇനി ചെക്ക് ചെയ്യാൻ പറ്റുന്ന വേദനയാണെങ്കിൽ, അതായത് തൊട്ടാൽ അറിയും എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇനി അല്ലാത്ത ചെക്ക് ചെയ്ത് നോക്കണം. വെറുതെ ആണെങ്കിൽ ചെക്ക് ചെയ്യുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമായവർ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരത്തിന് നന്ദി. ഇന്ന് കർത്താവ് ഈ പറയാനുള്ളവരാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? മമ്മിയുടെ നെറ്റിയുടെ വേദന ഉണ്ടായിരുന്നേ. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ വേദന പോയെന്ന് മമ്മി പറഞ്ഞു. നെറ്റിയ വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ വേദന ഇല്ല. വേദന ഒരു അരിവാൾ വന്ന് അടിച്ചതായിരുന്നു. അത് ഇപ്പം വേദന ഉണ്ടായിരുന്നു, അതിപ്പം പോയെന്ന്, വേദന പോയെന്ന് മമ്മി പറയുന്നു. ഓ, അത് എന്ത് വന്ന് അടിച്ചത് സിസ്റ്ററെ? അരിവാളോ? അരിവാളിന്റെ പിടി. അരിവാളിന്റെ പിടി വന്ന് ഇടിച്ച വേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ വേദന അവിടെ അപ്രതീക്ഷമായി. നന്ദി യേശുവേ, അങ്ങ് തൊട്ട് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത ആരെങ്കിലും സാക്ഷ്യമുള്ളവർ? മൈക്ക് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റുക. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പിടിവിച്ച കൃപയ്ക്ക് നന്ദി. ദൈവത്തിൻ്റെ വചനത്തിനും സൗഖ്യത്തിനും ബലത്തിനും നന്ദി. ആമേൻ. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾ കൽപ്പിക്കണം. പറഞ്ഞു. ബ്രദറെ, ഇന്നലെ റിനി എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ഒരു ദൂത് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അത് സ്വീകരിച്ചിട്ടുണ്ടായി. ഞാൻ ഇന്ന് ആ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോ അത് ബ്രദർ ഒരു അടയാളം പറഞ്ഞിരുന്നു, മലകളും മേഘങ്ങളും ചിത്രം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അത് ആ ചിത്രം അവര് വരച്ചു വെച്ചതാണ്, അവിടെ ഉണ്ട്. ഇന്ന് ആ കുട്ടി ഇതിൽ കയറിയിട്ടുണ്ട്. അവളൊരു മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനായിട്ട് നിൽക്കുന്ന അവിടെ. കുട്ടിയുടെ അമ്മ മരിച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ, 25-ാം തീയതിക്ക്. അതായത് ഇന്നലെ റിനി എന്നുള്ള പേര് വെളിപ്പെട്ട് ആ വീടിന്റെ അകത്ത് ഈ മലനിരകളൊക്കെ ഉള്ള ഒരു ചിത്രമുള്ള ഭവനമാണെന്നാ പറഞ്ഞല്ലേ? അതെ. അപ്പൊ ഞാൻ ഇന്ന് ലിങ്ക് അയച്ചു കൊടുത്തു. ആ കുട്ടി സിസ്റ്റർ ആ സഹോദരി സംസാരിക്കുന്ന സമയത്ത് സിസ്റ്റർക്ക് അറിയാമായിരുന്നു ആ വീട്ടിൽ ഇങ്ങനെ ചിത്രം ഉള്ള കാര്യം?
എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി, അല്ല അതുകൊണ്ട് സിസ്റ്ററെ, ഞാൻ ആ അല്ല കുട്ടീനെ വിളിച്ചു. തോന്നലല്ലാതെ നേരിട്ട് അറിയാമായിരുന്നു അങ്ങനെ ചിത്രം അവിടെ ഉള്ള കാര്യം? ഇല്ല ഇല്ല ഇല്ല, ഇല്ല. ഇത് എനിക്കറിയില്ല. വലിയൊരു ഞാൻ ആ സാക്ഷ്യമാണ് കാര്യം. വീടൊന്നും കണ്ടില്ല, ആ ഇത് വീടൊന്നും കണ്ടിട്ടില്ല ഞാൻ. അതെ അതെ, ഇത് വലിയൊരു സാക്ഷ്യമാണ് ആ സഹോദരി. അതാണ് നിങ്ങൾ ആലോചന കേൾക്കുമ്പോൾ അത് ഏറ്റെടുത്ത് മറ്റുള്ളവരിലേക്ക് പകരണം. സഹോദരി ചെയ്ത പോലെ ആ തന്നെ. കുട്ടി ഇന്ന് കേറിയിട്ടുണ്ട് ബ്രദറെ, അവള് ഭയങ്കര ഡിപ്രഷനിലാണ്. ആ ഇന്ന് കുട്ടി യേശുവിൻ്റെ കേറിയിട്ടുണ്ട്. നാമത്തിൽ കർത്താവ് ബലപ്പെടുത്തും കൊണ്ട് വലിയൊരു വിടുതലിന് വേണ്ടി ദൈവം ആലോചന റിലീസ് ചെയ്തിരിക്കുന്നത്. സഹോദരി പറഞ്ഞ പോലെ റിനിയുടെ ഭവനത്തിൽ ആ ഒരു അടയാളം ഇതേപോലെ മലബാർ സഹോദരി വരച്ച ചിത്രമാണ്. അപ്പോൾ തമ്പുരാൻ എത്രത്തോളം അറിയുന്നു. ഈ പറഞ്ഞ സഹോദരിക്ക് പോലും അറിയത്തില്ല വീട്ടിൽ അങ്ങനെ ഒരു ചിത്രം ഉള്ള കാര്യം. പക്ഷേ തമ്പുരാൻ ചോദിച്ചു അങ്ങനെ ചിത്രം ഉണ്ടോ എന്ന് വെച്ചു. ഉണ്ടെന്ന് പറഞ്ഞു, അവർ വരച്ചതാണ്. സിസ്റ്ററെ സഹോദരി എന്ന് കേൾക്കുന്നുണ്ടല്ലോ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവം കണ്ടതാണ് നിങ്ങളെ. തമ്പുരാൻ നിങ്ങളുടെ ഉള്ളത്തിലിരുന്ന ഭാരങ്ങളെ നീക്കി ദൈവം സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. റിനി സഹോദരി ഏറ്റെടുത്തോണേ. ദൈവം സമാധാനം നൽകാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് കുടുംബത്തെ ദൈവം കണക്ട് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ചില നന്മകളെ തുറക്കും എന്നുള്ളത് തമ്പുരാൻ പറയുന്നു. എല്ലാ വിഷയത്തിൻ്റെ അകത്തുനിന്നും ദൈവം നിങ്ങൾക്ക് സമാധാനം തരാൻ വേണ്ടി പോവുക. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ഏറ്റെടുത്തോ സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പ്രൈസ് ലോർഡ് ബ്രദറെ. എന്തോ ഇന്ന് പറഞ്ഞ വചനത്തിനകത്ത് ചെറിയൊരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഇന്ന് ഒരു 2 പ്രാവശ്യം ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഡിസ്ട്രാക്ഷൻ ഉണ്ടായപ്പം ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾക്ക് വചനം ദൈവം നൽകി തരുന്നത് അക്ഷരങ്ങളിലൂടാണ്, അതാത് ലാംഗ്വേജിലൂടാണെന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഡിസ്ട്രാക്ഷൻ ഉണ്ടായി. അതങ്ങ് പറഞ്ഞുകൊണ്ട് വന്നത് ഡിസ്കണ്ടിന്യൂ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അതെന്തോ പറയാൻ ഉദ്ദേശിച്ചതെന്ന് അത് നാളെ എന്നെ ഒന്ന് ഓർപ്പിക്കണം. കാര്യം എനിക്ക് വന്നത് ആൾക്കാരെല്ലാം ഇപ്പോൾ ഒട്ടുമുക്കാലും പേര് ലെഫ്റ്റ് ആയിട്ടുണ്ട്. അത് വലിയൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന ശക്തിയെ നമ്മളിലേക്ക് ആർജിക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു. അത് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം കൂടെ കയറി വന്നത്. അപ്പോൾ സിസ്റ്ററെ നാളെ എന്നെ ഓർപ്പിക്കണം. നമ്മൾ നാളെ അവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. തുടക്കത്തിൽ എന്നെ ഓർപ്പിച്ചേക്കണം. ആ വചനത്തിൻ്റെ ശക്തിയെ നമ്മളിലേക്ക് കൊണ്ടുവരണം. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നാളെ അത് പറയും. അവിടെ തുടങ്ങാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അത് വന്ന് പെട്ടെന്ന് ഉണ്ടായത്. ഞാൻ അതിനൊരു മെസ്സേജ് അങ്ങോട്ട് ടൈപ്പ് ചെയ്തായിരുന്നു. ആ ടൈപ്പ് ചെയ്ത മെസ്സേജ് അവിടെ വരികയും രണ്ടാമത്തെ ഡിസ്ട്രാക്ഷൻ അന്നേരം ആ മൊമെന്റിൽ ഉണ്ടായി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പുതിയ ദൈവിക വെളിപ്പാടാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും. അപ്പം അടുത്ത ദിവസങ്ങളിൽ ഇപ്പം നാളെ നമുക്ക് പ്രെയർ ഇല്ല. അപ്പം ഞാനതിപ്പോൾ ഒറ്റടിക്ക് പറയാത്തതിൻ്റെ കാര്യം എല്ലാവരും ഉള്ളപ്പോൾ പറയുമ്പോൾ കേൾക്കാനൊരു ഇതാവില്ല. അല്ലെങ്കിൽ ഞാൻ നാളത്തെ നമ്മുടെ പ്രാർത്ഥന അത് യൂട്യൂബിലാണെങ്കിലും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ ഇല്ല എങ്കിൽ നാളത്തെ കഴിഞ്ഞ് എന്നെ ഓർപ്പിച്ചേക്കണം. കർത്താവ് അതിൻ്റെ അകത്ത് വലിയൊരു കൃപ നമുക്ക് തുറക്കാൻ വേണ്ടി പോകും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഓർപ്പിച്ചതിന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്തുതി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ബ്രദറെ, എൻ്റെ മോന് 6 വയസ്സ്. മോന് നല്ല പനിയുണ്ട് ബ്രദറെ. ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. സിസ്റ്ററെ കൈവച്ചോ. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ കർത്താവെ, അങ്ങയുടെ അടിപ്പിണരാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്ന രോഗം, ആ ബുദ്ധിമുട്ട്, ആ പനിയുടെ അസ്വസ്ഥത യേശു ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ഞങ്ങൾ ചുമക്കത്തില്ല. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചുമന്നത് കൊണ്ട് ഞങ്ങൾക്ക് ചുമക്കാൻ മനസ്സില്ല. യേശു ക്രൂശിൽ വില കൊടുത്തത് കൊണ്ട് കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മകന് മേൽ വിടുതൽ വന്നിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ്. ഈ സമയത്ത് സാക്ഷ്യമുള്ളവര് പറഞ്ഞു. എന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. സഹോദരൻ ഒരു വീഴ്ചയില് ഫിക്സും വന്നു, ഞരമ്പും എല്ലാം ബ്ലോക്കായി ഫിക്സ് വന്നു, പാർലൈസായ സഹോദരൻ ഇവിടെ വീട്ടിലുണ്ട്. അന്നേരം സഹോദരനോട് ഞാൻ പറഞ്ഞു കൈവച്ചു, അന്നേരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ ഓർമ്മയില്ലാത്തതുകൊണ്ട് പറയാൻ അറിയത്തില്ല. അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം സൗഖ്യമായോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ആ സഹോദരന് വയ്യാത്ത ഒരു സഹോദരൻ യൂറിനൊക്കെ തനിയെ ചിലപ്പോൾ ചില സമയത്തൊക്കെ അങ്ങ് പോകും. ഒരു വശത്ത് ബലഹീനതയുണ്ട്, തലയ്ക്ക് ബ്രെയിനിനെ ഇളക്കം മാറ്റിയത് കൊണ്ട് ഓർമ്മയില്ല, ശരിക്കും ഓർമ്മയില്ല, പിച്ച നടക്കുകയുള്ളൂ. യേശുവിന്റെ നാമത്തിൽ കൈവച്ച് സഹോദരനെ എണീപ്പിച്ചോണം. നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ സഹോദരനെ എണീപ്പിക്കാൻ വേണ്ടിയാണ്. ആ കുടുംബത്തിലെ ഉപ്പ് സിസ്റ്ററാണ്. ആ ഉപ്പ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ, ആ മകനെ വിടിവിക്കുവാൻ ദൈവം ഉപയോഗിക്കും കേട്ടോ. ഓ യേശു, കൃപ കൃപ. പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞു. ഒരു പ്രവചന ദൂതുണ്ടായിരുന്നു. എന്റെ ഭവനത്തിൽ നിന്ന് ഒരാള് മിഡിൽ ഈസ്റ്റിൽ വരെ പോകുമെന്ന്. അതുപ്രകാരം ഈ ഡിസംബർ 1-ാം തീയതി അന്ന് എന്റെ മോള് DHAക്ക് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഈ ഡിസംബർ 1-ാം തീയതി മോൾക്ക് ദുബായിലേക്ക് പോകാൻ ചാൻസ് വന്നു.
മോള് പോയി അവിടെ ജോലിയിൽ പ്രവേശിച്ചു. അതായത് സിസ്റ്റർ ഈ പ്രവചനാലോചന കേൾക്കുന്ന സമയത്ത് കുടുംബത്തിൽ നിന്ന് പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മാത്രം അറിയത്തുള്ളായിരുന്നു ഈ കാര്യം അല്ലേ? ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. ആ തടസ്സം എടുത്തു മാറ്റുന്ന പറഞ്ഞ സമയത്തല്ലേ? ഓക്കെ, അതെ അതെ അതെ. ഇത് വലിയൊരു കൃപയാണ് സഹോദരി. പലപ്പോഴും ആൾക്കാർ എന്തെങ്കിലും ഈ കർത്താവ് പല കാര്യങ്ങൾ വെളിപ്പെടുത്തും പരിഹസിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് ഒരു യാത്രയുണ്ട്, അതിൻ്റെ തടസ്സങ്ങളെ ദൈവം എടുത്ത് മാറ്റുന്നു പറഞ്ഞു. ഇന്ന് അതിൻ്റെ നിവൃത്തിയാണ്. ആ മകളെ രാജ്യത്ത് കർത്താവിൻ്റെ നാമത്തിൽ കടന്നുപോയി ദൈവത്താൽ അയക്കപ്പെട്ടതാണ്, അവിടെ ഫലം കായ്ക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇതുപോലെ പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നവർക്കും സാക്ഷ്യം പറയാം. ദൈവനാമത്തെ ഉയർത്താൻ ലഭിക്കുന്ന അവസരമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. പറയാനുള്ളവരല്ല ഈ മ്യൂട്ട് മാറ്റി നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രദറെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ ബ്രദറെ. പറഞ്ഞോ. ഹലോ. പറഞ്ഞു. ബ്രദറെ, എന്റെ മോനും കുഞ്ഞുങ്ങൾക്കും എല്ലാം UK-ലാണ്. അവർക്കെല്ലാം പനിയായിരുന്നു കഴിഞ്ഞ ആഴ്ച. പക്ഷെ ആ 20-ാം തീയതിയിലത്തെ പ്രയർ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും മോള് ആ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റി. അവർ പനി മാറുന്നതിലും കുഞ്ഞുങ്ങളെ മോനെ ഏൽപ്പിച്ചേച്ച് വന്ന് പ്രാർത്ഥനയ്ക്ക് അവിടെ. തീർച്ചയായിട്ടും ഞാൻ ആ സിസ്റ്ററെ കണ്ട എന്നോട് പറഞ്ഞായിരുന്നു. സഹോദരി വളരെ എരിവോടെ വളരെ ദാഹത്തോടെ ദൈവസന്നിധിയിൽ അവിടെ വന്നായിരുന്നു. ദൈവം ആലോചനകളാൽ പ്രിയ മകളെ തൊടുവാൻ ഇടയായി തീർന്നു. അതിന്റെ റിസൾട്ടുകൾ വരാൻ പറ്റത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നു വരാൻ പറ്റുമെങ്കിൽ എങ്ങനെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരണേന്ന്. അപ്പൊ മോക്ക് വരാൻ പറ്റി. അതൊരു ഭയങ്കര സന്തോഷമായി എനിക്കത്. ആമേൻ. കർത്താവിന്റെ വലിയ കൃപ. നമുക്ക് കുടുംബമായിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇത് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സമയമാണ്. അപ്പോൾ നാളെ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലാണ്. അതിനുശേഷം ബാക്കി പഴയ പോലെ തന്നെ സൂമിലാണ്. പ്രാർത്ഥനയോടെ വരിക. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞല്ലോ 9:40 ആകുന്ന ടൈമിൽ ഇനി മുതൽ നമ്മുടെ പ്രാർത്ഥന സൂമിൽ ലോക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നേരത്തെ വരിക. നിങ്ങൾ നേരത്തെ വന്ന് നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരുക. കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണല്ലോ. വലിയ കൃപകളാൽ ദൈവം സഹായിക്കുന്ന ദൈവമാണല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഈ നിമിഷം തന്നെ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞാട്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും.